ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ശുഭ സായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. വൈകിയാണ് തുടങ്ങുന്നത്. നമ്മൾ പുറത്തായിരുന്നു ഇത്ര നേരം, അതുകൊണ്ടാണ് ഇപ്പോൾ വന്ന് കുളിച്ചേക്കും. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാദ്. നിഗമകൽപതരോർഗളിതം ഫലം ശുഗമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തർവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമദിതിതീർഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം പൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായസേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വ്രജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ.
കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ഹരി ഓം. കാലടിയിലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ക്ലാസ് കാരണം തൊണ്ട കുറച്ച് കേട് വന്നിട്ടുണ്ട്. ഇന്നലെ തീരെ സുഖമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇന്നലെ രാവിലെയും വൈകുന്നേരവും ക്ലാസ് എടുക്കാതെ. മാത്രമല്ല രാവിലെ എൻഗേജ്മെൻറ്റ് മീറ്റിങ്ങുകളുടെ പരമ്പരയാണ്. സന്യാസിമാരുടെ കേരള യാത്രയോടനുബന്ധിച്ചുള്ള ഓർഗനൈസിംഗ് കമ്മിറ്റി ഫോർമേഷൻ 27-ാം തീയതി. അപ്പോൾ അതിലേക്ക് വേണ്ട ആൾക്കാരെയൊക്കെ 1000 പേരെ പങ്കെടുപ്പിക്കുന്ന സ്വാഗത സംഘമാണ്. സ്വാഗത സംഘം തന്നെ 1000-ത്തിലധികം ആളുകൾ പങ്കെടുക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോഴേക്ക് 4 മാസത്തെ പ്രവർത്തനം കൊണ്ട് ഒക്ടോബർ 7 മുതൽ 21 വരെ നടക്കുന്നതായിട്ടുള്ള അഖില കേരള ധർമ്മ സന്ദേശയാത്ര അതൊരു വൻ വിജയമാക്കണം. അതിൽ ഓരോ ജില്ലയിലും നടക്കുന്നതായിട്ടുള്ള സമ്മേളനങ്ങളിൽ മിനിമം 25,000 വീതം ഓരോ ജില്ലയിലും പങ്കെടുപ്പിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അപ്പം നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവണം. അപ്പോൾ 27-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് പാലക്കാട് ചന്ദ്രനഗർ പാർവതി കല്യാണ മണ്ഡപത്തിലേക്ക് പാലക്കാട്ടുള്ള എല്ലാ എൻ്റെ ശ്രോതാക്കളും വന്നു ചേരണം. നിങ്ങൾ പിന്നീട് എന്ത് ചെയ്തു എന്നുള്ളതല്ല, ഈ സ്വാഗത സംഘത്തിലേക്ക് എല്ലാവരും വന്നു ചേരണം. അവിടെ ഒരു സ്വാഗത സംഘം തന്നെ 1000 പേര് പങ്കെടുപ്പിക്കുന്ന പരിപാടിയാവണം. അപ്പോൾ പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ഗൈഡൻസ് കിട്ടും. ഓരോരുത്തരും അവരവരാലാവുന്ന പോലെ അണ്ണാരക്കണ്ണനും തന്നാലായത് ഓരോരുത്തർക്കും അവനവൻ്റെ ധർമ്മരക്ഷ എന്നുള്ളത് അവനവൻ്റെ രക്ഷ തന്നെയാണത്. ധർമ്മോ രക്ഷതി രക്ഷിതഃ. രക്ഷിതഃ ധർമ്മഃ നിങ്ങളെ രക്ഷിക്കുന്നു. ധർമ്മം രക്ഷിക്കപ്പെടുമ്പോൾ ആ ധർമ്മം നിങ്ങളെ രക്ഷിക്കുന്നു. അതുകൊണ്ട് ധർമ്മരക്ഷ എന്നുള്ളത് ഓരോ പൗരൻ്റെയും കടമയാണ്, ധർമ്മമാണ്. സോ എവറിബഡി ഷുഡ് കം ടു ദ ഓർഗനൈസിംഗ് കമ്മിറ്റി മീറ്റിംഗ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അപ്പോൾ ഇൻസ്പയർഡ് ആവും എല്ലാവരും. അങ്ങനെ ഓരോരുത്തർക്കും എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കാം. നമ്മളൊക്കെ വളണ്ടറി ആയിട്ടാണ് ഇതെല്ലാം ചെയ്യേണ്ടത്.
ആരും നിങ്ങളെ ഒന്നും നിർബന്ധിക്കുകയൊന്നുമില്ല. ഹിന്ദുധർമ്മത്തിൽ അതാണ് എല്ലാവർക്കും കിട്ടിയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം, ഒരു ലിബർട്ടി, പരമസ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒട്ടും ഇതിലൊന്നും ശ്രദ്ധയില്ലാതെ, ഒട്ടും താല്പര്യമില്ലാതെ ആരുടെയോ ജോലിയാണിതെന്ന് വിചാരിച്ചിരിക്കാൻ പാടുള്ളതല്ല. ആരെങ്കിലുമൊക്കെ രക്ഷ ചെയ്യട്ടെ, ഞങ്ങളെന്തിനാ എന്ന് ഓരോരുത്തരും അലസഭാവത്തിൽ മാറി നിന്നാൽ ഈ ധർമ്മം നിലനിൽക്കില്ല, അധികം താമസമില്ല. അതുകൊണ്ട് എല്ലാവർക്കും ആ ഒരു മനസ്സുകൊണ്ടെങ്കിലും ആദ്യം കമ്മിറ്റ്മെൻ്റ് വരണം. അത് കഴിഞ്ഞ് മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളോട് കൂടെ ചേർന്ന് ഞങ്ങളുണ്ട് എന്നുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം. അതിനുശേഷം ഓരോരുത്തരും അവരവരുടെ കഴിവിനനുസരിച്ച് പ്രവർത്തിക്കണം വേണം. അപ്പം അതുകൊണ്ട് പാലക്കാട്ടുകാരെ എല്ലാവരെയും സ്വാഗത സംഘ സമ്മേളനത്തിലേക്ക് വിളിക്കുകയാണ്. 27-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് ചന്ദ്രനഗർ പാർവതി കല്യാണ മണ്ഡപം. നാളെ അതിൻ്റെ പത്രസമ്മേളനമുണ്ട്. അതുകൊണ്ട് രാവിലത്തെ ക്ലാസ് ഉണ്ടാവില്ല എന്ന് ആദ്യമേ പറയാം, ഞാൻ മറക്കാതിരിക്കാം. നാളെ രാവിലെ എനിക്ക് അതിൻ്റെ പ്രസ് കോൺഫറൻസ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം, എങ്കിലേ നിങ്ങൾ അക്ഷമരാവാതിരിക്കുള്ളൂ. സ്വാമിജി എന്താ കാണാത്ത വല്ലയിടത്തും മടി പിടിച്ചിരിക്കുകയാണോ എന്ന് തോന്നണ്ട. ഒരു മടിയില്ല. ഭാഗവത ക്ലാസ് എടുക്കുന്നത് നമ്മുടെ എന്താ പറയുക, ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ വളരെ ആസ്വദിച്ച് ചെയ്യുന്ന കാര്യമാണ്. ഭക്ഷണം നമ്മുടെ ദേഹത്തിന് രോഗങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ, അല്ലേ? അത്യാവശ്യം എന്താ പറയുക, ആരോഗ്യത്തിനല്ലാതെ നമ്മൾ കൂടുതൽ കഴിച്ചാൽ രോഗങ്ങളെ ഉണ്ടാക്കി നമുക്ക് ക്ഷീണം ഉണ്ടാക്കുകയുള്ളൂ. എന്നാൽ ഭാഗവതം എത്ര കൂടുന്നു അത്രയും നമുക്ക് ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും എല്ലാം കൊണ്ടും ആത്മീയമായും ആനന്ദമായിരിക്കാം. അതുകൊണ്ട് ഒരിക്കലും എന്താ പറയുക, ഭാഗവത ക്ലാസ് മുടക്കുന്നതിൽ നമുക്കൊരു താല്പര്യമില്ല, നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് നിർത്തിയെടുത്ത് തുടരാം. എവിടെയാണ് നിർത്തിയത്? ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം 65-ാം അധ്യായം ബലദേവ വിജയം. ബലരാമസ്വാമി ഗോകുലത്തിലേക്ക് പോയി അവിടെ ചെയ്യുന്ന കാര്യങ്ങളാണ്. യമുന അല്ലെങ്കിൽ കാളിന്ദിയെ ജയിക്കുന്ന ഒരു കഥ കൂടി അവിടെയുണ്ട്. അതാണ് ബലദേവ വിജയം. മറ്റൊന്ന് വിജയം എന്ന് പറഞ്ഞാൽ യാത്ര. ബലദേവസ്വാമിയുടെ യാത്ര എന്ന്. അപ്പോൾ അതാണ് വിഷയം. 994-ാമത്തെ എപ്പിസോഡായി. ഇനി ഇന്നത്തെ കഴിഞ്ഞ് ഒരു 6 എപ്പിസോഡും കൂടിയായാൽ 1000-ാമത്തെ എപ്പിസോഡ്. ഭാഗവത ജ്ഞാനഗംഗ. 993 കഴിഞ്ഞു, 994 എപ്പിസോഡ് ഇന്നത്തെ. എല്ലാവരെയും അഭിനന്ദിക്കുന്നു. നിങ്ങളെല്ലാവരും ശ്രദ്ധയോടെ പങ്കെടുത്തത് കൊണ്ടാണ് ഇത്രയും വിജയകരമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. നമുക്ക് 64-ാം അധ്യായം വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ 65-തമോऽധ്യായः. ശ്രീശുക ഉവാച. ബലഭദ്ര കുരു ശ്രേഷ്ഠ ഭഗവാൻ രഥമാസ്ഥിതഃ സുഹൃദ്ദിദൃക്ഷുരുത്കണ്ഠഃ പ്രയയൗ നന്ദഗോകുലം പരിഷ്വക്തശ്ചിരോത്കണ്ഠൈഃ
ഗോപൈർഗോപീഭിരേവ ച രാമോഭിവാദ്യ പിതരൗ ആശീർഭിരഭിനന്ദിതഃ ചിരം നഃ പാഹി ദാശാർഹ സാനുജോ ജഗദീശ്വരഃ ഇത്യാരോപ്യാംഗമാലിംഗ്യ നേത്രൈः ശിശിചതുർജലൈः ഗോപവൃദ്ധാംശ്ച വിധിവത് യവിഷ്ഠൈരഭിവന്ദിതഃ യഥാ വയോ യഥാ സഖ്യം യഥാ സംബന്ധമാത്മനഃ സമുപേത്യാദ ഗോപാലാൻ ഹാസ്യഹസ്തഗ്രഹാദിഭിः വിശ്രാന്തം സുഖമാസീനം പപ്രച്ഛുഃ പര്യുപാഗതാഃ പൃഷ്ടാശ്ചാനാമയം സ്വേഷു പ്രേമഗദ്ഗതയാ ഗിരാ കൃഷ്ണേ കമലപത്രാക്ഷേ സന്യസ്താഖിലരാധസഃ കച്ചിന്നോ ബാന്ധവാ രാമ സർവേ കുശലമാസത്തെ കച്ചിത് സ്മരതനോ രാമ യൂയം ദാരസുതന്വിതാഃ ദിഷ്ട്യാ കംസോ ഹതഃ പാപോ ദിഷ്ട്യാ മുക്താഃ സുഹൃജ്ജനാഃ നിഹത്യ നിർജിത്യ റിപൂൻ ദിഷ്ട്യാ ദുർഗം സമാശ്രിതാഃ ഗോപ്യോ ഹസന്ത്യഃ പപ്രച്ഛുഃ രാമസന്ദർശനാദൃതാഃ കച്ചിദാസ്തേ സുഖം കൃഷ്ണഃ പുരസ്ത്രീജനവല്ലഭഃ കച്ചിത് സ്മരതി വാ ബന്ധൂൻ പിതരം മാതരം ച സഹ അപ്യസൗ മാതരം ദ്രഷ്ടും സകൃദപ്യാഗമിഷ്യതി അഭിവാ സ്മരതി സ്മാകം അനുസേവാ മഹാഭുജഃ മാതരം പിതരം ഭ്രാതॄൻ പതീൻ പുത്രാൻ സ്വശ്രൂരപി യദർത്തേ ജഹിമദാശാർഹ ദുസ്ത്യജാൻ സ്വജനാൻ പ്രഭോ താനഃ സദ്യഃ പരിത്യജ്യ ഗതഃ സംഛിന്ന സൗഹൃദഃ കഥം नु താദൃശം സ്ത്രീഭിः ന ശ്രദ്ധീയേത ഭാഷിതം കഥം नु ഗൃഹ്ണന്ത്യനവസ്ഥിതാത്മനോ വചകൃതഘ്നസ്യ ബുധാ പുരസ്ത്രിയഃ ഗൃഹ്ണന്തി വൈ ചിത്രകഥസ്യ സുന്ദരസ്മിതാവലോകോച്ഛ്വസിത സ്മരാതുരാ കിം നസ്തത്കഥയാ ഗോപ്യഃ കഥാ കഥയതാ പരാഃ യാത്യസ്മാഭിർവിനാ കാലോ യദി തസ്യ തഥൈവ നഃ ഇതി പ്രഹസിതം ശൗരേഃ ജൽപിതം ചാരുവീക്ഷിതം ഗതിം പ്രേമ പരിഷ്വംഗം സ്മരന്ത്യോ രുരുദുസ്ത്രിയഃ സംകർഷണസ്ഥാ കൃഷ്ണസ്യ സന്ദേശൈർഹൃദയംഗമൈഃ സാന്ത്വയാമാസ ഭഗവാൻ നാനാനുനയകോവിദഃ ദ്വൗ മാസൗ തത്ര ചാവാൽസീദ മധും മാധവമേവ ച രാമക്ഷപാസു ഭഗവാൻ ഗോപീനാം രതിമാവഹൻ പൂർണ്ണചന്ദ്രകലാമൃഷ്ടേ കൗമുദീ ഗന്ധവായുനാ യമുനോപവനേ രേമേ സേവിതേ സ്ത്രീഗണൈർവൃതഃ വരുണപ്രേഷിതാ ദേവി വാരുണീ വൃക്ഷകോടരാത് പതന്തി തദ്വനം സർവം സ്വഗന്ധേനാദ്യവാസയത് തം ഗന്ധം മധുധാരായാഃ വായുനോപഹൃതം ബലഃ ആഗ്രായോപഗതസ്തത്ര ലലനാഭിः സമം പപൗ ഉപഗീയമാനചരിതോ വനിതാഭിർഹലായുധഃ വനേഷു വ്യചരക്ഷീപോ മദവിഹ്വലലോചനഃ സ്രഗ്വേകകുണ്ടലോ മത്തോ വൈജയന്ത്യാ ച മാലയാ ബിഭ്രത്സ്മിതമുഖാംബോജം സ്വേദപ്രാലേയഭൂഷിതം സ ആജുഹാവ യമുനാം ജലക്രീഡാർത്ഥമീശ്വരഃ നിജം വാക്യമനാദൃത്യ മത്ത ഇത്യാപകാംബലഃ അനാഗതാം ഹലാഗ്രേണ കുപിതോ വിചകർഷഃ പാപേ ത്വം മാമവജ്ഞായ യന്നായാസി മയാഹുതാ നേഷ്യേ ത്വാം ലാംഗലാഗ്രേണ ശതധാ കാമചാരിണീം ഏവം നിർഭൽസിതാ ഭീതാ യമുനാ യദുനന്ദനം ഉവാച ചകിതാ വാചം പതിതാ പാദയോർനൃപ രാമ രാമ മഹാബാഹോ ന ജാനേ തവ വിക്രമം
യസ്യൈകാംശേന വിധൃതാ ജഗതി ജഗതഃ പദേ പരം ഭാവം ഭഗവതോ ഭഗവന്മാം അജാനതീം മോക്തുമർഹസി വിശ്വാത്മൻ പ്രപന്നാം ഭക്തവത്സലം തതോ വ്യമുഞ്ചത് യമുനാം യാചിതോ ഭഗവാൻ ബലഃ വിജഗാഹ ജലം സ്ത്രീഭിഃ കരേണുഭിരിവേഭരാട് കാമം വിഹൃത്യ സലിലാത് ഉത്തീർണായാസിതാംബരേ ഭൂഷണാനി മഹാർഹാണി ദദൗ കാന്തിശുഭാം സ്രജം വസിത്വാ വാസസീ നീലേ മാലാം ആമുച്യ കാഞ്ചനീം രേജേ സ്വലംകൃതോ ലിപ്തോ മാഹേന്ദ്രൈവ വാരണഃ അദ്യാപി ദൃശ്യത്തെ രാജൻ യമുനാകൃഷ്ടവത്മനാ ബലസ്യാനന്ദവീര്യസ്യ വീര്യം സൂചയതീവ ഹി ഏവം സർവാ നിശായാതാ ഏകേവരമതോ വ്രജേ രാമസ്യാക്ഷിപ്തചിത്തസ്യ മാധുര്യൈർവ്രജയോഷിതാം. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ബലദേവ വിജയേ യമുനാകർഷണം നാമ പഞ്ചഷഷ്ടിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. നമ്മൾ 15-ാം ശ്ലോകം വരെയല്ലേ പറഞ്ഞു നിർത്തിയത്? ഒന്ന് ലോട്ട് പറയൂ. 15 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഒന്ന് കൺഫേം ചെയ്യും. താങ്ക് യു. ഓക്കെ താങ്ക് യു. ശരി, താങ്ക് യു. ഹരി ഓം. ഇപ്പോൾ 65-ാം അധ്യായം 65-ാം അധ്യായം ബലരാമസ്വാമിയുടെ ലീലകളാണ്. ഇനിയും പല അധ്യായങ്ങളിലായി ബലരാമസ്വാമിയുടെ മാഹാത്മ്യവും പ്രഭാവവും വർണ്ണിക്കുന്നതായിട്ടുള്ള കഥകളും, അതുപോലെ തന്നെ ബലരാമസ്വാമിയുടെ ചില പ്രവൃത്തികൾ അല്പം വിരുദ്ധങ്ങളായിട്ടും കാണാം. അതിൻ്റെ താല്പര്യം ഭഗവാനിൽ നിന്ന്, അഥവാ കൃഷ്ണ ഭഗവാനിൽ നിന്ന് വേറിട്ട് തനിയെ സ്വന്തം അഭിപ്രായത്തോടെ, അഭിമാനത്തോടെ, അഹങ്കാരത്തോടെ എന്തെങ്കിലുമൊക്കെ അദ്ദേഹം ചെയ്താൽ അത് പലപ്പോഴും അബദ്ധങ്ങളായി മാറാറുണ്ട്. അതിൻ്റെ താല്പര്യം എന്തെന്ന് വച്ചാൽ, അദ്ദേഹം ആരാണ്? ആദിശേഷനാണ്, സംഘർഷണനാണ്. സംഘർഷണൻ എന്ന് പറഞ്ഞാൽ തന്നെ അഹങ്കാര തത്വമാണ്. ആ അഹങ്കാര തത്വം ഈശ്വര സൃഷ്ടിയാണ്, ഈശ്വര അംശമാണ്. അഹങ്കാരം അത് തെറ്റല്ല, അതൊരു നെഗറ്റീവായിട്ടുള്ള വാക്കല്ല, അത് ഈശ്വര സൃഷ്ടിയാണ്. പക്ഷേ ആ അഹങ്കാരം അഹം തത്വമായ ആത്മാവിനോട് ചേർന്ന് ആത്മതത്വത്തെ എപ്പോഴും സ്മരിച്ചുകൊണ്ട് ആ അഹങ്കാരത്തിൻ്റെ പ്രവൃത്തികൾ ഉണ്ടാവണം. ആത്മനോ മോക്ഷായ ജഗദ്ഹിതായ ച, ഇതാണ്
ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ ഉണ്ടാവേണ്ടതായിട്ടുള്ള ഒരു സങ്കല്പം. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഇത് ആദ്യം ഓർക്കുക. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ, എൻ്റെ വ്യവഹാരങ്ങൾ എന്നെ ബന്ധനത്തിലേക്ക് നയിക്കുമോ മോക്ഷത്തിലേക്ക് നയിക്കുമോ? ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. പലതും നമുക്കറിയാം ബന്ധനത്തിലേക്ക് നയിക്കുന്നതാണ് എന്ന്. പക്ഷെ നമുക്കത് ചെയ്യാതിരിക്കാനാവുകയുമില്ല. അവശരായി നമ്മൾ അത് ചെയ്യേണ്ടി വരും. അത് അപ്പോഴത്തെ ഒരു സാഹചര്യമാണ്, നമ്മുടെ അപ്പോഴത്തെ പ്രാരബ്ധമാണ്, നമ്മുടെ വാസനാബലമാണ്. അത് ചെയ്യുക. അങ്ങനെ എന്താ പറയുക, അതാണ് നമ്മൾ എന്നും ചൊല്ലുന്നത്, കായേന വാച മനസ ഇന്ദ്രിയൈർവ ബുദ്ധ്യ ആത്മനാവ പ്രകൃതേഹേ സ്വഭാവാത്. അവിടെ പ്രകൃതേഹേ സ്വഭാവാത് എന്നുള്ളത് പ്രധാനമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും പ്രകൃതിയുണ്ട്. സത്വം, രജസ്, തമസ് എന്നുള്ള 3 ഗുണങ്ങളും വാസനയും, ജന്മജന്മാന്തരമായിട്ടുള്ള വാസനയുടെ ബലം. ആ വാസനാബലം തന്നെയാണ് നമ്മുടെ സ്വഭാവമായി പ്രകടമാകുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും സ്വഭാവം വ്യത്യസ്തമായിരിക്കാൻ കാരണം അവരവരുടേതായിട്ടുള്ള വാസനാ വ്യത്യാസമാണ്, സംസ്കാര വ്യത്യാസമാണ്. ഒരമ്മയുടെ 10 മക്കളുണ്ടെങ്കിൽ 10 ഒരുപോലെയല്ല. അത് കാരണം അവരുടെ ഓരോരുത്തരുടെയും വാസനയാണ്. ഇരട്ട കുട്ടികളുണ്ടെങ്കിൽ പോലും 2 പേരുടെയും വാസനകൾ ഒരുപോലെയല്ല, ആയിരിക്കില്ല. പല കാര്യങ്ങളിലും അവർ തമ്മിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതൽ സാമ്യമുണ്ടാവാം, പക്ഷെ വൈരുദ്ധ്യങ്ങളും ഉണ്ടാവാം. അപ്പോ നമ്മുടെ പ്രകൃതി, ആ പ്രകൃതിയെ എന്താ പറയുക, അത് നമ്മുടെ സ്വഭാവമായി നമ്മൾ പ്രകടിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, നമ്മുടെ വാസനാബലം കൊണ്ട് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ബന്ധനത്തിലേക്ക് കൊണ്ടുപോകരുത് എന്നുള്ള പ്രാർത്ഥനയോടെ ചെയ്യുക, അറിഞ്ഞുകൊണ്ട് ചെയ്യുക, അവയർനെസ്സോടുകൂടി ചെയ്യുക. ഞാനിത് ബോധമില്ലാതെ ചെയ്താൽ ഇത് ബന്ധനമായി മാറും. നേരെ മറിച്ച് ഞാനിത് ബോധപൂർവം ചെയ്യുകയാണെങ്കിൽ ഈ ബന്ധനത്തിൽ നിന്ന് ഞാൻ അഴിഞ്ഞുപോരും. കെട്ടഴിക്കാൻ അറിയണം. കെട്ടഴിക്കാൻ അറിയാത്തവർ കെട്ടഴിക്കാൻ നോക്കുന്നത് എങ്ങനെയാ, അവിടെയും ഇവിടെയൊക്കെ പിടിച്ച് വലിച്ച് കെട്ടുമുറുക്കും. അപ്പം അതുപോലെ കെട്ടുമുറുകാതെ നോക്കണം. കെട്ടഴിക്കാനാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത് എന്നുള്ള ഓർമ്മയോടുകൂടി ചെയ്യാം. ചെയ്യാതിരിക്കാനാവില്ല അപ്പോഴത്തെ അവസ്ഥയിൽ. അപ്പോഴത്തെ നമ്മുടെ പ്രകൃതി നമ്മളെ നിർബന്ധിച്ച് ചെയ്യിക്കും. ഭഗവാൻ തന്നെ ഗീതയിൽ അർജുനനോട് പറഞ്ഞിട്ടുണ്ട്, നിഗ്രഹ കിം കരിഷ്യതി. എന്തിനാ നീ വെറുതെ നിഗ്രഹം ചെയ്യുന്നത്? നിന്റെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും വാസനകളെയും നീ അമിതമായി നിഗ്രഹിക്കരുത്. പ്രകൃതി ത്വാം നിയോക്ഷ്യസി. നിന്റെ പ്രകൃതി നിന്നെ നിയോഗിക്കും എന്നൊക്കെ പറയുന്ന അവസരങ്ങളുണ്ട്. അപ്പൊ പ്രകൃതി നമ്മളെ നിയോഗിക്കും. ഇപ്പൊ അർജുനൻ തന്നെ യുദ്ധത്തിന് താല്പര്യമില്ലാതെ ഞാൻ ഭിക്ഷാടനത്തിന് പോകുക, അതാണ് എനിക്ക് നല്ലതെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അത് അപ്പോഴത്തെ ഒരു വിഡ്ഢിത്തരമാണ്, മൂഢത കൊണ്ട് തോന്നിയതാണ്. അർജുനൻ അങ്ങനെ പോകാൻ പറ്റില്ല. അത് ഭഗവാൻ അറിയാവുന്നത് കൊണ്ടാണ് ഭഗവാൻ പോകാൻ അനുവദിക്കാതിരുന്നത്. നീ ഇപ്പോൾ രക്ഷപ്പെട്ടു പോയാൽ നീ വീണ്ടും തിരിച്ചു വരേണ്ടി വരും. പക്ഷെ തിരിച്ചു വരുമ്പോൾ ഇതേ സാഹചര്യം ആയിരിക്കുകയില്ല. അപ്പൊ നീ പശ്ചാത്തപിക്കും. അപ്പൊ പശ്ചാത്തപിച്ചിട്ടൊരു കാര്യവുമില്ല, എല്ലാം കൈവിട്ടു പോയി കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് ഇതാണ് അവസരം. ഈ അവസരത്തെ, ഈ സുവർണ അവസരത്തെ നീ കളയാതെ നിന്റെ വന്ന കാര്യം സാധിക്കുക. നിന്റെ വാസനയ്ക്കനുസരിച്ച് നീ പ്രവർത്തിക്കുക. നിന്റെ യഥാർത്ഥ വാസന ക്ഷത്രിയ വാസനയാണ്. നല്ല പൗരുഷമുള്ളവനാണ് നീ. നിനക്ക് ചേരുന്നതല്ല ക്ലീബത, നപുംസകഭാവം. അതുകൊണ്ട് നീ നിന്റെ ക്ലൈബ്യത്തെ വെടിഞ്ഞ് നീ യുദ്ധത്തിനായിക്കൊണ്ട് ഒരുങ്ങൂ എന്ന് അവിടെ അർജുനനായതുകൊണ്ടാണ് പറഞ്ഞത്.
അപ്പോൾ എന്താ പറഞ്ഞു വന്നത്, ഇവിടെ ഓരോരുത്തരുടെയും ആ വ്യക്തിത്വം അഥവാ സംസ്കാരം അല്ലെങ്കിൽ വാസന അല്ലെങ്കിൽ പ്രകൃതി അല്ലെങ്കിൽ സ്വഭാവം, ഇന്നത്തെ ഭാഷയിൽ വേണമെങ്കിൽ DNA എന്നൊക്കെ വിളിക്കാം, പല രീതിയിൽ പലരും പറയും. ഇത് പരമ്പരയാ വന്നതാണ് എന്നൊക്കെ പറയും. അതിനൊക്കെ കാരണമുണ്ട്, ആ പരമ്പരയിൽ വന്ന് ജനിക്കാം. അപ്പോൾ ഇവിടെ ബലരാമസ്വാമി അഹങ്കാരതത്വമാണ്. ആ അഹങ്കാരതത്വം എപ്പോഴും ആ ഈശ്വര സ്മരണയോടെ ഈശ്വരനെ അനുസ്മരിച്ച് ഈശ്വര പ്രീതിക്കായിക്കൊണ്ടുള്ള കർമ്മങ്ങൾ ചെയ്യണം എന്നാണ്. അതാണ് രാമായണത്തിലെ ലക്ഷ്മണനും ഇതേ സ്ഥാനമാണ്. ആ ലക്ഷ്മണൻ പലപ്പോഴും തൻ്റെ ഉള്ളിലെ ആദിശേഷനെ പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും സംഹാര രുദ്രനായി അദ്ദേഹം ലോകം മുഴുവൻ വിറപ്പിക്കുന്ന രീതിയിൽ പെരുമാറുന്നുണ്ട്. എത്ര സന്ദർഭങ്ങൾ അല്ലേ? ആ അഭിഷേകം മുടങ്ങുന്ന സന്ദർഭത്തിലാണ് ഏറ്റവും വയലന്റ് ആയത്. അത് കഴിഞ്ഞ് പലപ്പോഴും വനവാസ സമയത്ത് കിഷ്കിന്ധാകാണ്ഡത്തിൽ സുഗ്രീവനോട് ദേഷ്യപ്പെടുന്ന സന്ദർഭം, അതുപോലെ തന്നെ യുദ്ധരംഗത്ത്, എല്ലാ രംഗത്തും അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്രോധം പുറത്തേക്ക് പ്രകടിപ്പിക്കുമ്പോഴൊക്കെ ഭഗവാൻ കൂടെ നിന്ന് അദ്ദേഹത്തെ എന്താ പറയുക, തണുപ്പിച്ച് സാന്ത്വനിപ്പിച്ച് തൻ്റെ കൂടെ നിർത്തുന്നുണ്ട്, എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഭഗവാന്റെ കൂടെ ശ്രീരാമസ്വാമിയുടെ കൂടെ ലക്ഷ്മണൻ എങ്ങനെ അടങ്ങി ഒതുങ്ങി അനുജനായി പ്രവർത്തിക്കുന്നുവോ, ഭഗവാന്റെ ഇഷ്ടത്തിന് പ്രവർത്തിക്കുന്നുവോ, അതുപോലെ ആയിരിക്കണം ബലരാമസ്വാമിയുടെ പ്രവൃത്തികളും. അതല്ലെങ്കിൽ സ്വന്തം ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചാൽ അത് അബദ്ധങ്ങളായി തീരും, എന്തെങ്കിലുമൊക്കെ ദുരിതങ്ങളായി തീരും. അത് അദ്ദേഹത്തിനും കഷ്ടം വരും, മറ്റുള്ളവർക്കും കഷ്ടമുണ്ടാക്കും. അങ്ങനത്തെ സന്ദർഭങ്ങൾ കാണാം നമുക്ക്. അപ്പോൾ ഈ ബലരാമസ്വാമി ഭഗവാൻ പോയില്ലെങ്കിലും അല്ലേ, വാസ്തവത്തിൽ ആരാ ആദ്യം പോകേണ്ടത്? ഭഗവാനാണ് പോകേണ്ടത്. കാരണം ഭഗവാനാണ് നന്ദഗോപരുടെയും യശോദയുടെയും സ്വന്തം മകനാണെന്ന് പറഞ്ഞ് 11 വർഷം അവരുടെ ലാളനകളൊക്കെ ഏറ്റ് കഴിഞ്ഞത്. ഏറ്റവും നിരാശപ്പെട്ടത് യശോദയാണ്. ആ യശോദയ്ക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ കാണുന്ന പോലെ സന്തോഷമാവോ ബലരാമസ്വാമിയെ കാണുമ്പോൾ? അത്രയങ്ങളുണ്ടാവോ? ചിന്തിക്കുക. അപ്പോൾ ബലരാമസ്വാമിക്ക് പകരം ശ്രീകൃഷ്ണസ്വാമിയാണ് പോകേണ്ടിയിരുന്നത്. പക്ഷെ അവിടെ ബലരാമസ്വാമി കൃഷ്ണൻ വന്നില്ലെങ്കിലും ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് പോകുന്നു. അതവിടെ ബലരാമസ്വാമിയുടെ ആ ഒരു വൈകാരിക ഭാവത്തെ കാണിക്കുകയാണ്. ശ്രീകൃഷ്ണ ഭഗവാനാകട്ടെ വൈകാരികമായിട്ടുള്ള ഒരു ഭാവവും ഇല്ല. അദ്ദേഹം വർത്തമാനത്തിൽ മാത്രം ജീവിക്കുകയാണ്. ഭഗവാന്റെ സ്പെഷ്യാലിറ്റി അതാണ്, വർത്തമാനത്തിൽ മാത്രം. ഭൂതവും ഭാവിയും അദ്ദേഹത്തെ അലട്ടുന്നില്ല. അതുകൊണ്ട് ഒരിടത്തും അദ്ദേഹത്തിന് ഭയവുമില്ല, ആസക്തിയുമില്ല. നക്വാപിതേ സംഘവാർത്ത, വൈരാഗ്യത്തിന്റെ പരിപൂർണ ഭാവമാണ്. ഒരിടത്തും അങ്ങയ്ക്ക് സംഘം എന്ന വാർത്ത പോലുമില്ല എന്ന് മേൽപ്പത്തൂർ പറഞ്ഞത് ഭഗവാനെ കുറിച്ചുള്ളത് അന്വർത്ഥമാണ്. ഒരിടത്തും അദ്ദേഹത്തിന് സംഘമില്ല. അപ്പപ്പോ ചെയ്യേണ്ടത് ചെയ്തു കൊടുത്ത് ഓരോരുത്തരെയും വഴിതിരിച്ചു വിട്ടു പോവുകയാണ്. അതിനൊക്കെ സർവജ്ഞനായിട്ടുള്ള ഭഗവാന്റെ നിശ്ചയമാണത്. അതിനെ എന്താ പറയുക, ഏതെങ്കിലും തരത്തിൽ വിമർശിക്കാനോ ചോദ്യം ചെയ്യാനോ അല്പന്മാരായിട്ടുള്ള നമ്മൾക്ക് ഒരു സാമർഥ്യവുമില്ല, നമുക്കൊരു അവകാശവുമില്ല. അത് ഭഗവാന് വിട്ടുകൊടുക്കുക, അങ്ങയുടെ ഇച്ഛ എന്ന്. അപ്പോൾ പറഞ്ഞു വന്നത് ബലരാമസ്വാമിയുടെ ആ ഒരു അഡീഷണൽ ആയിട്ടുള്ളൊരു എന്താ പറയുക, ഇമോഷണലായിട്ടുള്ള ആ വ്യക്തിത്വത്തെ അവിടെ പ്രകടിപ്പിക്കുക. എന്തായാലും അദ്ദേഹം ഗോകുലത്തിലെത്തി. അവിടെ യശോദാനന്ദന്മാരെ വണങ്ങി അവരാൽ എന്താ പറയുക ആശീർവാദാദികളൊക്കെ ചെയ്യപ്പെട്ടു. പക്ഷെ അവരുടെ ആശീർവാദം എന്നുള്ളത് ഞങ്ങളെ എപ്പോഴും രക്ഷിക്കണേ ദാസാർഹ,
അങ്ങയുടെ അനുജനോടുകൂടി ജഗദീശ്വര ഞങ്ങളെ രക്ഷിക്കണേ എന്നാണ് അവരുടെ വായിൽ നിന്ന് വന്ന ആശീർവചനം. പിന്നീട് മടിയിൽ വയ്ക്കുകയും നേത്ര അശ്രു ജലത്തെ കൊണ്ട് സേചനം ചെയ്യുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ ഗോപവൃദ്ധന്മാരെ, തന്നേക്കാൾ താഴ്ന്നവരെ, കൂട്ടുകാരെ എല്ലാവരെയും അദ്ദേഹം ചെന്ന് കാണുന്നു. ഓരോരുത്തരെയും എപ്രകാരം അഭിവാദനം ചെയ്യണോ അപ്രകാരം തന്നേക്കാൾ താഴ്ന്നവരെ കെട്ടിപ്പിടിച്ചുകൊണ്ടും അവർ ഇങ്ങോട്ട് നമസ്കരിച്ചുകൊണ്ടും അങ്ങനെയൊക്കെയാണ്. തന്നേക്കാൾ മുതിർന്നവരെ നേരിട്ട് ചെന്ന് അഭിവാദനം നമസ്കാരപൂർവമാണ്. അപ്പം ഇങ്ങനെയുള്ള ഇതെല്ലാം ചെയ്തു. ഗോപാലന്മാരെല്ലാം പരസ്പരം ചിരിയും കളിയുമായി കൈപിടിച്ചും മറ്റുമൊക്കെ ഇരുന്നു. അങ്ങനെ വിശ്രമിക്കുന്നതായിട്ടുള്ള സമയത്ത് ഗോപികമാര് ഭഗവാന്റെ അടുത്ത് വന്ന് ഭഗവാനോട് ബലരാമസ്വാമിയോട് കുശലപ്രശ്നം ചെയ്യുകയായിരുന്നു. അല്ലയോ രാമ, ഞങ്ങളുടെ ബന്ധുക്കൾ എല്ലാവരും കുശലമായിരിക്കുന്നുവോ? നിങ്ങൾ ഭാര്യ മക്കളോടുകൂടി കഴിയുന്നവരാണല്ലോ. അങ്ങനെ ഗൃഹസ്ഥന്മാരായിരിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളെയൊക്കെ ഓർമ്മയുണ്ടോ? ആ പാപിയായ കംസൻ ഹനിക്കപ്പെട്ടത് ഭാഗ്യം കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ കാരാഗൃഹത്തിൽ നിന്ന് ആ വസുദേവരും ദേവകിയും മോചിക്കപ്പെട്ടത് ഭാഗ്യം കൊണ്ടാണ്. അതുപോലെ നിങ്ങളുടെ ശത്രുക്കളെയൊക്കെ ജയിച്ച് ആ ദ്വാരക എന്ന ദുർഗത്തിലേക്ക് പോയിരിക്കുന്നതും ഭാഗ്യം എല്ലാം നല്ലതിനാണ്. പിന്നീട് രാമനോട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ആ കൃഷ്ണൻ, പുരസ്ത്രീജനങ്ങളുടെ വല്ലഭനായിട്ടുള്ള കൃഷ്ണൻ സുഖമായിരിക്കുന്നില്ലേ? അവനിപ്പോ പുരസ്ത്രീകളാണല്ലോ ഭാര്യമാരായിരിക്കുന്നത്. അവരെ കിട്ടിയപ്പോൾ ഞങ്ങളെയൊക്കെ മറന്നുവല്ലോ എന്ന സൂചനയാണ്. പുരസ്ത്രീ വല്ലഭ സുഖമാസ്തേ കൃഷ്ണ. അദ്ദേഹം ബന്ധുക്കളെന്ന് സ്മരണയൊന്നും ഉണ്ടാവാൻ വഴിയില്ല. അച്ഛനമ്മമാരെ ഓർമ്മയുണ്ടോ അദ്ദേഹത്തിന്? അങ്ങനെയുള്ള കച്ചിത് സ്മരതിവാ ബന്ധു പിതരം മാതരം ചസഹ. ഒരു പരിഭവത്തോടെ ചോദിക്കണം, അറ്റ്ലീസ്റ്റ് ഞങ്ങളെയൊക്കെ മറക്കട്ടെ. ആ പാവം യശോദയെയും നന്ദഗോപരെയെങ്കിലും അദ്ദേഹത്തിന് ഓർമ്മയുണ്ടോ എന്നാ ചോദ്യം. എപ്പോഴെങ്കിലും അയാൾ അമ്മയെ കാണാനെങ്കിലും ഒരിക്കലെങ്കിലും വരാൻ ചാൻസ് ഉണ്ടോ? അപ്യസവും മാതരം ദ്രഷ്ടും സഹൃദപി ആഗമിഷ്യതി. സഹൃദപി ഒരിക്കലെങ്കിലും മാതരം ദ്രഷ്ടും ആഗമിഷ്യതി. അമ്മയെ കാണാനെങ്കിലും വരുവോ? ഞങ്ങളെ കാണാൻ വരണമെന്നില്ല, പോട്ടെ, ഞങ്ങളാര്? അമ്മയെ കാണാനെങ്കിലും വരും. പക്ഷെ അവരുടെ ഉള്ളിലുള്ള ആഗ്രഹം എന്താണ്? അമ്മയെ കാണാനെങ്കിലും വന്നാൽ ആ കെയർ ഓഫിൽ ഞങ്ങൾക്കും കാണാലോ എന്നുള്ളതാണ് അവരുടെ ചിന്ത. അപ്പൊ അദ്ദേഹത്തെ സേവിച്ചതെല്ലാം ഓർമ്മയുണ്ടോ ആവോ? ഞങ്ങളുടെ ബന്ധുക്കളെ എല്ലാരെയും ഉപേക്ഷിച്ചു അദ്ദേഹത്തിന് വേണ്ടി. പക്ഷേ അദ്ദേഹം സംഛിന്ന സൗഹൃദ നഹ സദ്യ പരിത്യജ്യ ഗത. അങ്ങനെ സർവസ്വവും അവന് സമർപ്പിച്ചതായിട്ടുള്ള, എല്ലാവരെയും അവന് വേണ്ടി ഉപേക്ഷിച്ചവരായ ഞങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട്, സൗഹൃദത്തെ ഛേദിച്ചുകൊണ്ട് അവൻ കടന്നു കളഞ്ഞില്ലേ? അങ്ങനെയുള്ള ഒരാളെ സ്ത്രീകൾ അവന്റെ ഭാഷിതത്തെ എങ്ങനെ വിശ്വസിക്കും? കഥന്നു താദൃശം സ്ത്രീഭിഹി ന ശ്രദ്ധീയേത ഭാഷിതം. അവന്റെ ഭാഷിതം എങ്ങനെ ശ്രദ്ധിക്കാനാണ്? ആരും ശ്രദ്ധിക്കില്ല അവന്റെ വാക്കുകളൊന്നും. ഒരിടത്തും മനസ്സുറയ്ക്കാത്തവനാണവൻ, ചപലനാണ്. കഥന്നു ഗൃണ്ണന്തി അനവസ്ഥിതാത്മനഃ. അനവസ്ഥിതാത്മാവാണവൻ, കൃതജ്ഞനാണവൻ, നന്ദിയില്ലാത്തവനാണ്. അങ്ങനെയുള്ള അവന്റെ വാക്കുകൾ വിവരമുള്ള പുരസ്ത്രീകളൊക്കെ വിശ്വസിക്കുകയാണോ? അവർക്ക് എന്ത് പറ്റി? ചിത്രകഥനാണവൻ. നന്നായിട്ട് വാചകമടിച്ച ആളുകളെ വീഴ്ത്താൻ മിടുക്കനാണ്. അങ്ങനെയുള്ള ചിത്രകഥസ്യ സുന്ദര സ്മിതാവലോകോച്ഛ്വസിത സ്മരാതുരാ ഗൃണ്ണന്തി വൈ. അവന്റെ മോഹിപ്പിക്കുന്നതായിട്ടുള്ള മന്ദഹാസവും നോട്ടവും അവന്റെ ഉച്ഛ്വസിതവും എല്ലാം കൊണ്ട് കാമപീഡിതരായി അവന്റെ വാക്കുകളെ വിശ്വസിച്ചു പോകും എന്ന് ചിലരഭിപ്രായം പറയുന്നു. ഇനി വേറൊരുത്തി ദേഷ്യപ്പെട്ടുകൊണ്ട് കൂട്ടുകാരികളോട് പറയണു, എന്തിനാ അവന്റെ കഥയൊക്കെ പറയണു? വേറെന്തെങ്കിലും പറയൂ കൂട്ടുകാരികളെ. കിന്നഹ തത്കഥയാ ഗോപ്യ.
ഗോപ്യ തത്കഥയാ നഹക്യം, അവന്റെ കഥ കൊണ്ട് നമുക്ക് എന്ത് കാര്യം? അപരാഹ കഥാഹ കഥയത, അപരങ്ങളായ കഥകളെ പറയൂ. യാത്യസ്മാബിർവിന കാലോ യതി തസ്യ തദൈവ നഹ, നമ്മളെ കൂടാതെ അവന് കാലം കഴിയുന്നുണ്ടെങ്കിൽ നമുക്കും അങ്ങനെ തന്നെ. അവന് നമ്മളെ വേണ്ടെങ്കിൽ നമുക്ക് അവനെയും വേണ്ട. ഇങ്ങനെയൊക്കെ പരിഭവം പ്രകടിപ്പിക്കുന്നു. ഇതി പ്രഹസിതം സൗരേഹ ജൽപിതം ചാരുവീക്ഷിതം ഗതിം പ്രേമ പരിഷ്വംഗം സ്മരന്ത്യോരുരുദുസ്ത്രിയഃ. ഇങ്ങനെയുള്ള ഭഗവാന്റെ ശൗര്യയുടെ പ്രഹസിതം, അദ്ദേഹത്തിന്റെ പുഞ്ചിരികളും അദ്ദേഹത്തിന്റെ ജൽപ്പനങ്ങളും അദ്ദേഹത്തിന്റെ മനോഹരമായ വീക്ഷണങ്ങളും അദ്ദേഹത്തിന്റെ ഗതി അഥവാ സഞ്ചാരവും പ്രേമപൂർവമായ ആലിംഗനവും ഇതെല്ലാം സ്മരിക്കുന്നവരായ സ്ത്രീയ ഒരു ഋതുഹു, നിവൃത്തിയില്ല. അത് ഓർക്കും തോറും അവർക്ക് കരച്ചിൽ അടക്കാനായില്ല. എല്ലാം ഓർത്തോർത്ത് അവർ കരയുകയാണ് എന്ന് പറയാം. ഭഗവാനെ കുറിച്ചിട്ടുള്ള സ്മരണയിൽ ഭഗവാൻ നമ്മളെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞല്ലോ, ഈ ബലരാമന് നമ്മളോടുള്ള സ്നേഹം പോലും അദ്ദേഹത്തിനില്ലല്ലോ എന്നൊക്കെ ഉള്ളതായിട്ടുള്ള പരിഭവ ഭാവങ്ങളൊക്കെ തോന്നിക്കൊണ്ടും കാണാത്ത വിരഹദുഃഖം കൊണ്ടും അവര് വാവിട്ട് കരയുകയാണ്. രുരുദു സ്ത്രീയ എന്ന് പറയുന്നത്. ഈ സമയത്ത് ഭഗവാൻ ബലരാമസ്വാമി അവരെ ആശ്വസിപ്പിക്കുന്നു എന്നുള്ള ഭാഗമാണ് നമ്മൾ ഇനി കാണേണ്ടത്. സംഘർഷണസ്ഥാ കൃഷ്ണസ്യ സന്ദേശൈർഹൃദയംഗമൈഃ സാന്ത്വയാമാസ ഭഗവാൻ നാനാനുനയകോവിദഃ. സംഘർഷണസ്ഥാ കൃഷ്ണസ്യ സന്ദേശൈർഹൃദയംഗമൈഃ സാന്ത്വയാമാസ ഭഗവാൻ നാനാനുനയകോവിദഃ. ആ ബലരാമസ്വാമി എങ്ങനെയുള്ള ആളാണ്? സംഘർഷണ, ആ സംഘർഷണമൂർത്തിയായ ഭഗവാൻ ബലരാമസ്വാമി നാനാ അനുനയ കോവിദ, പല പ്രകാരത്തിൽ ഇവരെയെല്ലാം അനുനയിപ്പിക്കാൻ, ശാന്തരാക്കാൻ, ആശ്വസിപ്പിക്കാൻ കോവിദനാണ്, മിടുമിടുക്കനാണ്, സാമർഥ്യമേറിയവനാണ്. അങ്ങനെയുള്ളതായിട്ടുള്ള സംഘർഷണ ഹൃദയംഗമൈഹി കൃഷ്ണസ്യ സന്ദേശൈഹി താഹ സാന്ത്വയാമാസ. താഹ അവരെ, ആ സ്ത്രീകളെ, സാന്ത്വയാമാസ സാന്ത്വനിപ്പിച്ചു. എങ്ങനെ? ഹൃദയംഗമൈഹി കൃഷ്ണസ്യ സന്ദേശൈഹി, ഹൃദയത്തിലേക്ക് ഗമിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ ആ വാക്കുകള് അതിമനോഹരങ്ങളാണ്. കേൾക്കുന്നവർക്കൊക്കെ ഭഗവാനോടുള്ള പരിഭവമൊക്കെ പോകും. പരിഭവം അലിഞ്ഞു പോയി അത് ഹൃദയത്തില് ആശ്വാസവചനങ്ങളായി, ആത്മവിശ്വാസം നൽകുന്ന വാക്കുകളായി അവരുടെ ഹൃദയത്തിലേക്ക് അത് പ്രവേശിക്കും. അത്ര സാമർഥ്യമുള്ള വാക്കുകളാണ് ഭഗവാന്റെ വാക്കുകൾ. അത് അതുപോലെ അവിടെ അവതരിപ്പിക്കാൻ അതിനേക്കാൾ മിടുമിടുക്കനാണ് 1000 മുഖമുള്ള ആദിശേഷനായ ആ സാക്ഷാൽ സംഘർഷണമൂർത്തി. അപ്പോ ഭഗവാന്റെ വാക്കുകളെ കൊണ്ട് ഇവരുടെയൊക്കെ മനസ്സിനെ ആശ്വസിപ്പിച്ചു എന്നാണ്. ഹൃദയംഗമങ്ങളായ വാക്കുകൾ, സന്ദേശങ്ങളെ കൊണ്ട്. അപ്പൊ എല്ലാ പരിഭവവും അലിഞ്ഞു പോകും. ആ രീതിയിലാണ് അല്ലേ? പരിഭവമാണ് ഇവിടെ ഒരു ബ്ലോക്കായിട്ട് നിൽക്കുക. പല രീതിയിൽ അവർക്ക് പറയാനുണ്ട്. എന്നാലും ബലരാമസ്വാമി വന്നിട്ടും നമ്മളെ കാണാൻ വന്നില്ലല്ലോ. ശരി, നമ്മളെ കാണണ്ട, അച്ഛനമ്മമാരെ കാണാനെങ്കിലും വന്നുകൂടെ എന്നൊക്കെയുള്ള പലതരത്തിലുള്ളതായിട്ടുള്ള ചിന്തകൾ അവരുടെ ഉള്ളിൽ ബ്ലോക്കായിട്ടുണ്ടാവും. ആ ബ്ലോക്കൊക്കെ ഭഗവാന്റെ സന്ദേശം കേൾക്കുമ്പോഴേക്കും അലിഞ്ഞു പോകും. അത്ര ഇതെല്ലാം ഭഗവാൻ മുൻകൂട്ടി പ്രതീക്ഷിച്ചുകൊണ്ടുള്ള വാക്കുകളാണ് പറയുക. ഇവരുടെ മനസ്സ് ഇവരറിയുന്നതിന് മുമ്പേ അറിയുന്ന ആളാണ് ഭഗവാൻ. അന്തര്യാമിയായിട്ടുള്ള ഭഗവാൻ അറിയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ഇവർ എങ്ങനെയൊക്കെയാ ചിന്തിക്കുക, എന്തൊക്കെയാ പറയുക, ഏതൊക്കെ പ്രകാരത്തിലാണ് അവരുടെ ഉള്ളിൽ ഭഗവാനോടുള്ള ഭാവങ്ങൾ ഉണ്ടാവുക, അതിനെയൊക്കെ എങ്ങനെ അലിയിപ്പിക്കണം, അവർക്ക് തന്നോടുള്ളതായിട്ടുള്ള പ്രേമത്തെ കൂടുതൽ വർദ്ധിപ്പിക്കണം എന്ന് ഭഗവാന് നന്നായിട്ട് അറിയാം. അങ്ങനെ ഭഗവാന്റെ വാക്കുകൾ ആദിശേഷ ഭഗവാൻ സംഘർഷണമൂർത്തി പറഞ്ഞു, സാന്ത്വനിപ്പിച്ചു. സംഘർഷണസ്ഥാ കൃഷ്ണസ്യ
സന്ദേശൈർഹൃദയംഗമൈഃ സാന്ത്വയാമാസ ഭഗവാൻ നാനാനുനയകോവിദഃ ദ്വൗ മാസൗ തത്ര ചാവാത്സീത് മധും മാധവമേവ ച രാമഃ ക്ഷപാസു ഭഗവാൻ ഗോപീനാം രതിമാവഹൻ. ദ്വൗ മാസൗ തത്ര ചാവാത്സീത് മധും മാധവമേവ ച രാമഃ ക്ഷപാസു ഭഗവാൻ ഗോപീനാം രതിമാവഹൻ. ദ്വൗ മാസൗ തത്ര ച അവാൽസീത്. അവാൽസീത് ആര്? അവാൽസീത് രാമഃ ഭഗവാൻ. ഭഗവാൻ രാമഃ അവാൽസീത്. ഭഗവാൻ രാമൻ വസിച്ചു. എത്ര കാലം? ദ്വൗ മാസൗ 2 മാസങ്ങൾ. എവിടെ? തത്ര ഗോകുലേ. ഏത് മാസങ്ങൾ? മധും മാധവമേവ ച. മധു മാധവം ഇത് രണ്ടും കൂടി ചേർന്നതാണ് വസന്ത ഋതു. അപ്പോൾ വസന്ത ഋതുവിലാണ് ഭഗവാൻ അവിടെ താമസിച്ചത് ബലരാമസ്വാമി. നമ്മുടെ ഇവിടെ കേരളത്തിൽ ചൈത്രം വൈശാഖം എന്ന് പറയുന്ന മേടം ഇടവം എന്നും പറയാവുന്ന മാസങ്ങൾ. ചൈത്രം വൈശാഖം അല്ലെങ്കിൽ മേടം ഇടവം മാസങ്ങളാണ് മധു മാധവങ്ങൾക്ക് സമാനമായിട്ട് വരിക. കൃത്യമല്ല, കൃത്യം ഡേറ്റ്സ് ഒരേപോലെ 1-ാം തീയതി 3-നും ഒരേപോലെ 1-ാം തീയതി ഒന്നുമല്ല. ആ പാരലായിട്ട് വരും, ലാപ്പ് ചെയ്ത് വരും. അതാണ് മധു മാധവം വസന്ത ഋതു. വാസ്തവത്തിൽ നമുക്ക് കേരളത്തിൽ ഗ്രീഷ്മം ആരംഭിച്ചിട്ടുണ്ടാവും, പക്ഷേ വടക്കേ ഇന്ത്യയിലെ ഋതുവാണ് വസന്ത ഋതു. അത് മൊത്തത്തിൽ പറയും. അപ്പോൾ എന്ത് ചെയ്തുകൊണ്ടാണ് ഭഗവാൻ അവിടെ വസിച്ചത് 2 മാസം? നേരം പോക്കെന്തായിരുന്നു? രാമഃ ക്ഷപാസു ഗോപീനാം രതിമാവഹൻ തത്ര വാൽസീത്. ക്ഷപ എന്ന് പറഞ്ഞാൽ രാത്രിയുടെ പര്യായമാണ്. ക്ഷപാസു രാത്രിഷു എന്നർത്ഥം. അപ്പൊ രാത്രികളിൽ ഗോപീനാം രതിം ആവഹൻ, ഗോപികമാർക്ക് സന്തോഷത്തെ ഉണ്ടാക്കിക്കൊണ്ട്. രതി എന്നാൽ പ്രീതി, പ്രേമം, രമണം എന്നൊക്കെ അർത്ഥം. പല രീതിയിലും ഇനി ബലരാമസ്വാമിയോട് നല്ല പ്രേമമുള്ളവരായിട്ടുള്ള ഗോപികമാരെ ഭഗവാൻ സന്തോഷിപ്പിച്ചു. അവര് ബലരാമസ്വാമിയെ കൃഷ്ണ ഭഗവാനിൽ നിന്ന് വേറിട്ട് കാണാത്തവരായിരിക്കാം. ഒരേപോലെ കൃഷ്ണനായി തന്നെ ബലരാമനെയും കാണുന്നവരായിരിക്കാം. ആ ബലരാമസ്വാമി അവരെയൊക്കെ സന്തോഷിപ്പിച്ചു, ഭേദഭാവനയില്ലാതെ കണ്ടു. ഇവിടെ ഗോപികമാർ പലരും, അല്ലെങ്കിൽ മിക്കവാറും ഗോപികമാരെല്ലാം കൃഷ്ണനും രാമനും ഒന്നാണ് എന്ന് ഭാവിച്ചിരുന്നു. അതിനെ തുടർന്നാണ് ഇനി യമുനാ നദി, കാളിന്ദി ദേവിയെ ഭഗവാൻ ബലരാമസ്വാമി തന്നോടുകൂടി ക്രീഡിക്കാനായിട്ട് പിടിച്ചു വലിക്കുമ്പോൾ കാളിന്തി പറയണു. കാളിന്തി അതിന് വിരുദ്ധമായിട്ട് നിൽക്കുന്നു. എന്തുകൊണ്ടായിരിക്കാം? കാളിന്തിയുടെ ഉള്ളിലുള്ളതായിട്ടുള്ള ദ്വൈതഭാവം. ബലരാമൻ വേറെ, കൃഷ്ണൻ വേറെ. കൃഷ്ണന്റെ കൂടെ ആയിരുന്നുവെങ്കിൽ ഞാൻ രമിക്കാമായിരുന്നു. ബലരാമസ്വാമി വേറെയാണ് എന്നുള്ള തോന്നൽ. അപ്പോൾ ഒരർത്ഥത്തിൽ ബലരാമസ്വാമിയും ശ്രീകൃഷ്ണ ഭഗവാനും ഒന്ന് തന്നെയാണ്, രണ്ടല്ല. ഭഗവാന്റെ മറ്റൊരു മൂർത്തി, അതാണ് ബലരാമസ്വാമി. ആ രീതിയിൽ കാണാവുന്നതാണ്. അപ്പോൾ അദ്വൈത ദർശനമായി, അല്ലേ? ഭാവഭേദമില്ലാത്ത ദർശനമായി എന്ന് പറയാം. അങ്ങനെ ഗോപികമാർ ശ്രേഷ്ഠകളാണ് എന്നും താല്പര്യം. ബലരാമനിലും ശ്രീകൃഷ്ണനെ കണ്ട ആളുകളാണ് ഗോപികമാർ. രാമക്ഷപാസു ഭഗവാൻ ഗോപീനാം രതിമാവഹൻ. ഗോപികമാർക്ക് സന്തോഷത്തെ നൽകിക്കൊണ്ട് രാത്രികളിൽ യമുനാ തീരത്ത് ബലരാമസ്വാമി അവരെ സന്തോഷിപ്പിച്ചു. പൂർണ്ണചന്ദ്രകലാമൃഷ്ടേ കൗമുദീ ഗന്ധവായുന യമുനോപവനേ രേമേ സേവിതേ സ്ത്രീഗണൈർവൃതഃ. പൂർണ്ണചന്ദ്രകലാമൃഷ്ടേ കൗമുദീ ഗന്ധവായുന യമുനോപവനേ രേമേ സേവിതേ സ്ത്രീഗണൈർവൃതഃ. പൂർണ്ണചന്ദ്രകലാമൃഷ്ടേ കൗമുദീ ഗന്ധവായുന സേവിതേ യമുനോപവനേ സ്ത്രീഗണൈർവൃതഃ രേമേ.
ഭഗവാൻ ബലരാമ രേമേ രമിച്ചു. എങ്ങനെ? സ്ത്രീഗണൈഹി വൃത, ഗോപികമാരാൽ ചുറ്റപ്പെട്ടവനായിട്ട്, സേവിക്കപ്പെട്ടവനായിട്ട്. എവിടെ? യമുനോപവനേ, യമുനോപവനത്തിൽ, യമുനാ ഉപവനങ്ങളിൽ അദ്ദേഹം സ്ത്രീകളോട് സേവിക്കപ്പെട്ടവനായി രമിച്ചു. അപ്പോൾ എങ്ങനെയുള്ള യമുനോപവനേ? കീദൃശേ യമുനോപവനേ? പൂർണ്ണചന്ദ്രകലാമൃഷ്ടേ യമുനോപവനേ, പൂർണ്ണചന്ദ്രന്റെ കലകളാൽ സ്പർശിക്കപ്പെട്ടുകൊണ്ടുള്ള യമുനോപവനത്തിൽ. എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ പൂർണ്ണചന്ദ്രൻ പ്രകാശിക്കുന്നു, അദ്ദേഹത്തിൻ്റെ രശ്മികൾ എന്നർത്ഥമാണ് ഇവിടെ കലകൾ എന്നുള്ളതിന്. നിലാവും രശ്മികളുമെല്ലാം സ്പർശിക്കുന്നതായിട്ടുള്ള ഉപവനത്തിൽ. കൗമുദീ ഗന്ധവായുന സേവിതേ, കൗമുദീ ഗന്ധം, കൗമുദീ കുമുദം എന്നൊക്കെ പറഞ്ഞാൽ ആമ്പൽ, രാത്രിയിൽ വിരിയുന്നതാണ് വെള്ള ആമ്പൽ. അപ്പോൾ ആ വെള്ള ആമ്പലിൻ്റെ ഗന്ധവായു, അതിൻ്റെ ഗന്ധം വഹിക്കുന്നതായിട്ടുള്ള വായു ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ആ വായുനാ സേവിതേ. അപ്പോൾ എല്ലാ തരത്തിലും നല്ലൊരു അന്തരീക്ഷം, നിലാവ് പൊഴിയുന്ന രാത്രി, നല്ല സുഗന്ധമുള്ളതായിട്ടുള്ള വായു എല്ലാം തികഞ്ഞിരിക്കുന്ന ആ യമുനോപവനത്തിൽ സ്ത്രീകളാൽ സേവിക്കപ്പെട്ടവനായിക്കൊണ്ട് ബലരാമസ്വാമി രമിച്ചു. ആ സമയത്ത് ഉണ്ടായൊരു സംഭവം, വരുണപ്രേഷിതാദേവി വാരുണീ വൃക്ഷകോടരാത് പദന്തി തദ്വനം സർവം സ്വഗന്ധേനാധ്യവാസയത്. വരുണപ്രേഷിതാദേവി വാരുണീ വൃക്ഷകോടരാത് പദന്തി തദ്വനം സർവം സ്വഗന്ധേനാധ്യവാസയത്. ഇവിടെ വരുണപ്രേഷിത വാരുണീ ദേവി, ഇവിടെ വാരുണി എന്ന് പറഞ്ഞാൽ മദിര എന്നെല്ലാം പറയുന്ന മദ്യത്തിൻ്റെ ദേവതയാണ്. അപ്പോൾ മദ്യത്തിൻ്റെ അധിഷ്ഠാന ദേവതയായ വാരുണീ ദേവി വരുണപ്രേഷിത, വരുണ ഭഗവാനാൽ അയക്കപ്പെട്ടിട്ട്, വരുണ ഭഗവാൻ ബലരാമസ്വാമിയെ സന്തോഷിപ്പിക്കാനായിട്ട് അയച്ചു കൊടുത്തതാണ് വാരുണീ ദേവിയെ. ആ ദേവി എവിടുന്നാ പുറത്തേക്ക് വന്നത്? വൃക്ഷകോടരാത് പതന്തി, വൃക്ഷങ്ങളുടെ കോടരം എന്നാൽ പൊത്തുകൾ. അപ്പോൾ വലിയ വൃക്ഷങ്ങളിലൊക്കെ കോടരങ്ങൾ അഥവാ പൊത്തുകൾ ഉണ്ടാവും. ആ പൊത്തിൽ നിന്ന് ഒഴുകുന്നതായിട്ട് പതന്തി, പതിക്കുന്നതായിട്ട് സർവം തദ്വനം സ്വഗന്ധേനാദ്യവാസയത്. ആ വനത്തെ, ഉപവനങ്ങളെ, യമുനോപവനത്തെ മുഴുവൻ തൻ്റെ ഗന്ധം കൊണ്ട്, ആ വാരുണിയുടെ നല്ല സുഗന്ധം, കാരണം അത് കുസുമാസവമാണ്, പൂക്കളിൽ നിന്നുള്ളായ ആസവം, അല്ലാതെ നമ്മുടെ ആൽക്കഹോളല്ല, സ്പിരിറ്റല്ല എന്നർത്ഥം. കുസുമങ്ങളിൽ നിന്ന് ഭവിച്ച, പ്രകൃതിയിൽ നിന്ന് ഭവിക്കുന്നതായിട്ടുള്ള ആസവം. അപ്പോൾ ആ ആസവം കൊണ്ട്, അതിൻ്റെ ഗന്ധം കൊണ്ട് ആ യമുനോപവനമെല്ലാം നല്ലപോലെ നല്ല വാസം ഉണ്ടായി എന്നർത്ഥം, മണം ഉണ്ടായി, സൗരഭ്യമുള്ളതായി തീർത്തു. അപ്പോൾ വരുണപ്രേഷിതാദേവി വാരുണീ വൃക്ഷകോടരാത് പദന്തി തദ്വനം സർവം സ്വഗന്ധേനാധ്യവാസയത്. തം ഗന്ധം മധുദാരായ വായുനോപഹൃതം ബലഃ ആഗ്രായോപഗതസ്തത്ര ലലനാഭിസ്സമം പപൗ. തം ഗന്ധം മധുദാരായാഃ വായുനോപഹൃതം ബലഃ ആഗ്രായോപഗതസ്തത്ര ലലനാഭിസ്സമം പപൗ. വായുനാ ഉപഹൃതം മധുദാരായാഃ തം ഗന്ധം ആഗ്രായ ബലഃ ലലനാഭിസ്സമം തത്ര ഉപഗതഃ പപൗ. ഇവിടെ ബലരാമസ്വാമി സ്ത്രീകളോടുകൂടി ചേർന്ന് അത് കുടിച്ചു എന്നാണ് വിഷയം. അപ്പൊ എങ്ങനെയാണ് അദ്ദേഹത്തിന് അവിടെ മധുരമുണ്ട് എന്ന് പറഞ്ഞത്? വായുന ഉപഹൃതം, വായു കൊണ്ടുവന്നു കൊടുത്ത മധു, ആ ഉപഹരിക്കപ്പെട്ട മധുധാരായാഹ തം ഗന്ധം, മധുധാരയുടെ ആ വാരുണി എന്ന മദ്യത്തിന്റെ നല്ല സുഗന്ധം, തം ഗന്ധം ആഗ്രായ, അതിനെ മണത്തിട്ട്, തൻ്റെ മൂക്കിലേക്ക് എത്തിയപ്പോൾ മണത്തിട്ട്, ബലഹ ബലരാമഹ ലലനാഭിസ്രമഹ, ലലനകൾ എന്നാൽ ക്രീഡിക്കുന്നവർ, യുവതികളായ സ്ത്രീകൾ എന്നർത്ഥം, തന്നോടുകൂടെ കളിക്കുന്നവരായ
ആ സ്ത്രീകളോടുകൂടെ തത്ര ഉപഗത അവിടെ ചെന്നിട്ടോ പപൗ പാനം ചെയ്തു. ഇപ്പൊ ബലരാമസ്വാമി ആ വൃക്ഷകോടരത്തിൽ നിന്നൊഴുകുന്ന മദ്യത്തെ പാനം ചെയ്തു, ആനന്ദമർത്തനായി. ഉപഗീയമാനചരിതോ വനിതാഭിർഹലായുധ വനേഷു വ്യചരക്ഷീപോ മദവിഹ്വലലോചനഃ. ഉപഗീയമാനചരിതോ വനിതാഭിർഹലായുധ വനേഷു വ്യചരക്ഷീപോ മദവിഹ്വലലോചനഃ. ആ ബലരാമസ്വാമി എന്ത് ചെയ്തു? അദ്ദേഹത്തെക്കുറിച്ച് പറയണു. ക്ഷീബൻ എന്നാൽ ഇൻടോക്സിക്കേറ്റഡ്, മദ്യം കൊണ്ട് മത്തനായവൻ, മത്തനായവനും മതവിഹ്വല ലോചന, ആ മതത്തിന്റെ വിഹ്വലത കൊണ്ട്, പാരവശ്യം കൊണ്ട് കണ്ണ് കറങ്ങുന്നുണ്ട്. കണ്ണൊരു ഭാഗത്ത് ഉറക്കില്ല ആർക്ക് ഇങ്ങനെ ആ മദ്യം മുതലായതൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ എന്നർത്ഥം അല്ലേ. നമുക്ക് നല്ല ഉറക്കം വന്നാലേ കണ്ണൊരു ഭാഗത്ത് നിൽക്കില്ല. നല്ല പായസം കുടിച്ചാലും കണ്ണൊരു ഭാഗത്ത് നിൽക്കില്ല. മധുരമുള്ളത് എന്ത് കഴിച്ചാലും അധികമായാൽ നമ്മുടെ കണ്ണിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ക്ഷീപത അല്ലെങ്കിൽ മതവിഹ്വല ലോചന. അപ്പോൾ ഇദ്ദേഹം ആ ആസവം കുടിച്ചപ്പോൾ കണ്ണിങ്ങനെ കറങ്ങുന്നുണ്ട്, ഒരു ഭാഗത്ത് ഉറക്കുന്നില്ല. മതോന്മത്തമായ കണ്ണുകളോടുകൂടിയവനും വനിതാഭിഹി ഉപഗീയമാന ചരിത, ആ തൻ്റെ കൂടെയുള്ള സ്ത്രീകളാൽ ഇദ്ദേഹത്തിൻ്റെ ചരിതം ഉപഗീയമാനം, എല്ലാവരും അടുത്തു നിന്ന് അദ്ദേഹത്തെ പുകഴ്ത്തുന്നുണ്ട്, സ്തുതിക്കുന്നുണ്ട് എന്നർത്ഥം. ഇപ്പോൾ ബലരാമസ്വാമിയുടെ മഹാത്മ്യത്തെ, പരാക്രമത്തെ ഒക്കെ പറഞ്ഞുകൊണ്ട് ആ സ്ത്രീകൾ, ഗോപസ്ത്രീകൾ അദ്ദേഹത്തെ പുകഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അദ്ദേഹം ഹലായുധനാണ് ബലരാമസ്വാമി, കലപ്പ കയ്യിലുണ്ട്. അദ്ദേഹം വനേഷു വ്യചരത്, ആ ഉപവനങ്ങളിലൊക്കെ, യമുനാ തീരത്തൊക്കെയുള്ള ഉപവനങ്ങളിലൊക്കെ ഈ ഗോപികമാരുമായി മദ്യപാനം ചെയ്ത് മതോന്മത്തനായി സഞ്ചരിച്ചു. അങ്ങനെ വിലസുകയാണ് അദ്ദേഹം. എന്താ അദ്ദേഹത്തിന്റെ രൂപം? സ്രഗ്വേകകുണ്ടലോ മത്തോ വൈജയന്ത്യാചമാലയാ ബിഭ്രത്സ്മിതമുഖാംബോജം സ്വേദപ്രാലേയഭൂഷിതം. സ്രഗ്വേകകുണ്ടലോ മത്തോ വൈജയന്ത്യാചമാലയാ ബിഭ്രത്സ്മിതമുഖാംബോജം സ്വേദപ്രാലേയഭൂഷിതം. സ്രഗ്വീ ഏകകുണ്ടലഃ. സ്രഗ്വീ എന്ന് പറഞ്ഞാൽ സ്രക്ക് ധരിച്ചവൻ, മാല ധരിച്ചവൻ. പൂമാലയാണ് സ്രക്ക്. അപ്പൊ സ്രക്കുള്ളവൻ, സ്രക്ക് അസ്യ അസ്തീതി സ്രഗ്വീ, പൂമാല ധരിച്ചവനും. ഏകകുണ്ടലഃ, അപ്പോ ഏറ്റവും ആദ്യം ഒറ്റ കമ്മൽ ധരിച്ചവൻ ബലരാമസ്വാമിയാണ്. അത് ഇന്നത്തെ തലമുറയുടെ ഫാഷനൊന്നുമല്ല, അത് പണ്ടത്തെ മോഡലാണത്. അപ്പോൾ നമുക്ക് അല്ലേ, ഇതറിയുന്നതിന് മുമ്പ് ഒറ്റക്കമ്മൽ ധരിച്ചവരെ കാണുമ്പോൾ ഒരു പരിഹാസം തോന്നാറുണ്ടായിരുന്നു. ഇപ്പം മാറി. ബലരാമസ്വാമി പോലും ഒറ്റക്കുണ്ടലമാണ് ധരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ബലരാമസ്വാമിയുടെ ഫോളോവേഴ്സാണ് അവർ. അങ്ങനെ കാണാമല്ലോ അല്ലേ, ഒറ്റക്കാതിൽ കമ്മലും മറ്റുമൊക്കെ ധരിച്ചിരിക്കുന്നവരെ കാണുമ്പോൾ നമുക്ക് ബലരാമസ്വാമിയെ ഓർക്കാം. അപ്പോൾ ഏകകുണ്ടല, ഒറ്റക്കാതിൽ കുണ്ടലം ധരിച്ചവനും, മത്തഃ മതോന്മത്തനും, വൈജയന്ത്യാമാലയ സ്രഗ്വി എന്ന് പറയണം. അവിടെ വൈജയന്തി മാലയോട് ഉപലക്ഷിത, വൈജയന്തി മാലയോട് ചേർന്നവനും. വൈജയന്തി എന്നുള്ളത് രത്നമാലയാണ്. അപ്പോൾ രത്നമാലയെ ധരിച്ചവനും. പിന്നെ ശ്വേതപ്രാലേയ ഭൂഷിതം സ്മിതമുഖാംബോജം ബിഭ്രത്, അദ്ദേഹത്തിൻ്റെ മുഖം എങ്ങനെയുള്ളത്? താമര പോലെയുള്ളത്. ബിഭ്രത് ധരിച്ചുകൊണ്ട്, വഹിച്ചുകൊണ്ട്. അതെങ്ങനെയുള്ളത്? ശ്വേതപ്രാലേയ ഭൂഷിതം സ്മിതമുഖാംബോജം. ശ്വേതപ്രാലേയം എന്ന് പറഞ്ഞാൽ, പ്രാലേയം എന്നാൽ മഞ്ഞാണ്. ഇപ്പം മഞ്ഞുതുള്ളികൾ ഒരു താമരദളത്തിൽ ഇരിക്കുകയാണെങ്കിൽ എങ്ങനെയാണോ അതുപോലെ ഇവിടെ ശ്വേതം, വിയർപ്പാകുന്ന പ്രാലേയം, വിയർപ്പ് തുള്ളികളാകുന്ന മഞ്ഞുതുള്ളികൾ. എന്തുകൊണ്ട് മഞ്ഞുതുള്ളികളെ ഇവിടെ പറഞ്ഞു? ഭഗവാന്റെ മുഖത്തെ അംബോജം എന്ന് പറയുന്നുണ്ട്. സ്മിതമുഖാംബോജം, താമരയാണ്. അപ്പൊ താമരയിൽ മഞ്ഞുതുള്ളികൾ ഇരിക്കും പോലെ ബലരാമസ്വാമിയുടെ മുഖത്ത് ആ വിയർപ്പാകുന്ന തുള്ളികൾ ഉണ്ടായിരുന്നു.
അതിനെ വഹിക്കുന്നവനായിരുന്നു. അപ്പൊ ശ്വേതപ്രാലേയഭൂഷിതം സ്മിതമുഖാംബോജം ബിഭ്രത്, മന്ദസ്മിതത്തോടുകൂടിയ മുഖകമലത്തെ ധരിക്കുന്നവനായിട്ട്. അപ്പൊ അതാണ് അദ്ദേഹത്തിന്റെ രൂപം. ഒന്ന് മനസ്സിൽ ധ്യാനിക്കുക. വനമാല ധരിച്ചിട്ടുണ്ട്, വൈജയന്തി എന്ന രത്നമാല ധരിച്ചിട്ടുണ്ട്, ഏകകുണ്ടലനാണ്, മത്തനാണ്. മുഖകമലത്തിൽ വിയർപ്പിന്റെ തുള്ളികൾ അത് താമരയിൽ മഞ്ഞുതുള്ളികൾ പോലെ ശോഭിക്കുന്നു. സ ആജുഹാവ യമുനാം ജലക്രീഡാർത്ഥമീശ്വരഃ നിജം വാക്യമനാദൃത്യ മത്ത ഇത്യാപകാം ബലഃ അനാഗതാം ഹലാഗ്രേണ കുപിതോ വിചകർഷഃ. സ ആജുഹാവ യമുനാം ജലക്രീഡാർത്ഥമീശ്വരഃ നിജം വാക്യമനാദൃത്യ മത്ത ഇത്യാപകാം ബലഃ അനാഗതാം ഹലാഗ്രേണ കുപിതോ വിചകർഷഃ. സഹ യമുനാം ആജുഹാവ, ആ ബലരാമസ്വാമി യമുനയെ ആഹ്വാനം ചെയ്തു. ആജുഹാവ ആഹ്വാനം ചെയ്തു, വിളിച്ചു. എന്തിന്? ജലക്രീഡാർത്ഥം, തൻ്റെ കൂടെ കളിക്കാനായിട്ട്, ജലക്രീഡ ചെയ്യാനായി യമുനാദേവിയെ അദ്ദേഹം ആഹ്വാനം ചെയ്തു. ആരാണ് അദ്ദേഹം? ഈശ്വരഃ സഹ, ഈശ്വരനായ അദ്ദേഹം, എന്തിനും സാമർഥ്യമുള്ളവനാണ്. ഈ ജഗത്തിനെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിക്കാൻ സാമർഥ്യമുള്ള ഈശ്വരനായ അദ്ദേഹം ജലക്രീഡാ തൽപരനായി യമുനാദേവിയെ തൻ്റെ കൂടെ കളിക്കാൻ ആഹ്വാനം ചെയ്തു. എന്നാൽ യമുനാദേവിയോ മത്തഃ ഇതി നിജം വാക്യമനാദൃത്യ അനാഗതാം ആപകാം കുപിതഃ ഹലാഗ്രേണ വിചകർഷ. മത്തഃ ഇതി, ഇയാള് മത്തനാണ് എന്ന് പറഞ്ഞാൽ മദ്യപാനാദികൾ ചെയ്ത് ബോധമില്ലാതെ പറയണം എന്ന് കരുതിക്കൊണ്ട് നിജം വാക്യം അനാദൃത്യ, ആ ഭഗവാൻ ബലരാമസ്വാമിയുടെ വാക്കിനെ അനാദരിച്ചുകൊണ്ട് അനാഗതാം ആപകാം, അനാഗത എന്ന് പറഞ്ഞാൽ വരാതിരുന്നവൾ, തൻ്റെ വിളിക്ക് പ്രതികരിക്കാതിരുന്നവളായ ആപകാം, ആപകാ എന്ന് പറഞ്ഞാൽ അപ്പിനെ ഗമിപ്പിക്കുന്നത്, വെള്ളം ഗമിക്കുന്നത്, നദി, പുഴ. അപ്പൊ ആ ആപകയെ അഥവാ നദിയെ കുപിതഃ കോപിച്ചുകൊണ്ട് ഹലാഗ്രേണ വിചകർഷ, തന്റെ കലപ്പയുടെ അറ്റഭാഗം കൊണ്ട് വികർഷിച്ചു, ആകർഷിച്ചു എന്നർത്ഥം, വലിച്ചഴച്ചു. ഇങ്ങോട്ട് വാ, നീ പറഞ്ഞ കേൾക്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കോപിച്ചുകൊണ്ട് തന്റെ ഹലാഗ്രം കൊണ്ട് വികർഷണം ചെയ്തു, ആകർഷണം ചെയ്തു. ആ ബലരാമസ്വാമിയുടെ വാക്കുകൾ അടുത്ത ശ്ലോകം പറയുന്നു. പാപേ ത്വം മാം അവജ്ഞായ എന്ന ആയാസിമയാഹുത നേഷ്യേ ത്വാം ലാംഗലാഗ്രേണ ശതധാ കാമചാരിണീം. പാപേ ത്വം മാം അവജ്ഞായ എന്നായാസിമയാഹുത നേഷ്യേ ത്വാം ലാംഗലാഗ്രേണ ശതധാ കാമചാരിണീം. താൻ വിളിച്ചാൽ വിളി കേൾക്കാതിരുന്ന കാളിന്തിയെ ബലരാമസ്വാമി വിളിക്കുന്ന പേരാണ് പാപേ, പാപിഷ്ടേ, അഹങ്കാരി എന്നൊക്കെ അർത്ഥം. അല്ലയോ പാപിഷ്ടേ ത്വം മയാഹൂത മാം അവജ്ഞായ ന ആയാസി ഇതി യത്. ത്വം മയാ ആഹൂത, നീ എന്നാൽ ആഹ്വാനം ചെയ്യപ്പെട്ടു, വിളിക്കപ്പെട്ടു. പക്ഷേ മാം അവജ്ഞായ, എന്നെ അവഗണിച്ചുകൊണ്ട്, ന ആയാസി ഇതി യത്, നീ വരാതിരിക്കുന്നുവല്ലോ ആ കാര്യം. അതുകൊണ്ട് ഇതിയത് എന്നതുകൊണ്ട് കാമചാരിണീം ത്വാം, തോന്നിയവാസിയായ നിന്നെ, ഇഷ്ടം പോലെ സഞ്ചരിക്കുന്നവളായ നിന്നെ, നീ ഇപ്പൊ നിന്റെ ഇഷ്ടത്തിനാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, നിനക്കിത്തിരി സ്വാതന്ത്ര്യം കൂടിപ്പോയി അല്ലേ, തോന്നിയവാസിയായി, അതുകൊണ്ട് നിന്നെ ഞാൻ നശിപ്പിക്കാൻ പോകുന്നു. എങ്ങനെ? ലാംഗലാഗ്രേണ സതധാനേഷ്യേ, എന്റെ കലപ്പയുടെ അറ്റഭാഗം കൊണ്ട് നിന്നെ 100 കണക്കിന് കൈവഴികളാക്കി ഞാൻ നയിക്കും. 100 കണക്കിന് കൈകളാക്കി നയിച്ചാലോ, യമുന, കാളിന്തി അത് ഏകപ്രവാഹമായിട്ട് പോകുമ്പോൾ നല്ല ശക്തിയോടുകൂടി അതിനിഷ്ടമുള്ള വഴിക്കൊക്കെ പോകാമായിരുന്നു. എന്നാൽ പല വഴിക്ക് തിരിച്ചുവിട്ടാലോ, 100 കണക്കിന് കൈവഴികളായി തിരിച്ചാൽ
ആ വലിയ നദിയുടെ വെള്ളമൊക്കെ പല വഴിക്ക് തിരിഞ്ഞു പോയി ഓരോ കൈവഴികളും കുറച്ച് കുറച്ച് വെള്ളമുള്ളതായി തീരും. അത് ഒരു ഭാഗത്ത് ചെല്ലുമ്പോൾ തീർന്നു പോയി എന്ന് പറയും. വല്ല മണലാരണ്യത്തിൽ കൂടെയൊക്കെ പോയാൽ പൊടി പോലും കാണില്ല. അപ്പോൾ എന്താ പറയുക, നിന്നെ തോന്നിയവാസിയായ നിന്നെ ഞാൻ എൻ്റെ കലപ്പ കൊണ്ട് വലിച്ചഴച്ച് പല ഭാഗത്തേക്ക് വലിച്ചഴയ്ക്കുമ്പോൾ നീ തന്നെ ഇല്ലാതാവും, നിന്റെ സ്വത്വം തന്നെ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ വേണോ എന്ന് ചോദിച്ച് ഭയപ്പെടുത്തുകയാണ്. പാപേത്വം മാമവജ്ഞായ എന്നായാസിമയാഹുത നേഷ്യേ ത്വാം ലാംഗലാഗ്രേണ ശതധാ കാമചാരിണീം ഏവം നിർഭൽസിതാ ഭീതാ യമുനാ യദുനന്ദനം ഉവാച ചകിതാ വാചം പതിതാ പാദയോർനൃപ ഏവം നിർഭൽസിതാ ഭീതാ യമുനാ യദുനന്ദനം ഉവാച ചകിതാ വാചം പതിതാ പാദയോർനൃപ. ഏവം നിർഭൽസിതാ, ഭഗവാനാൽ ഇപ്രകാരം നിന്ദിക്കപ്പെട്ടവൾ, വഴക്ക് പറയപ്പെട്ടവൾ, ഭത്സനം ചെയ്യുക എന്ന് പറഞ്ഞാല് ശാസിക്കുക, ചീത്ത വിളിക്കുക എന്നൊക്കെ അർത്ഥം. അപ്പൊ ഭഗവാനാൽ നിർഭത്സിക്കപ്പെട്ടതായിട്ടുള്ളവൾ ഭീത യമുന, ഭയപ്പെട്ടവളായ യമുന, ചകിത പേടിച്ചു വിറച്ചു. അങ്ങനെ വിറച്ചുകൊണ്ട് പാദയോഹോ പതിത, ബലരാമസ്വാമിയുടെ പാദങ്ങളിൽ പതിച്ചുകൊണ്ട് യദുനന്ദനം വാചം ഉവാച, ആ യദുനന്ദനായ ബലരാമസ്വാമിയോട് ഈ വാക്കുകളെ പറഞ്ഞു. ഇനി താഴെ പറയാൻ പോകുന്ന വാക്കുകൾ നല്ല 2 ശ്ലോകങ്ങളെ കൊണ്ട് ബലരാമസ്വാമിയെ സ്തുതിക്കുന്നു. രാമ രാമ മഹാബാഹോ ന ജാനേ തവ വിക്രമം യസ്യൈകാംശേന വിധൃതാ ജഗതി ജഗതഃപതേ പരം ഭാവം ഭഗവതോ ഭഗവൻ മാം അജാനതീം മോക്തുമർഹസി വിശ്വാത്മൻ പ്രപന്നാം ഭക്തവത്സല. രാമ രാമ മഹാബാഹോ ന ജാനേ തവ വിക്രമം യസ്യൈകാംശേന വിധൃതാ ജഗതി ജഗതഃപതേ. രാമ രാമ, അലയോ രാമ രാമ, ബലരാമസ്വാമി, മഹാബാഹോ, വലിയ കൈക്കരുത്തുള്ളവനേ, ദീർഘങ്ങളായ കൈകളോടുകൂടിയവനേ, ന ജാനേ തവ വിക്രമം, തവ വിക്രമം അഹം ന ജാനേ, അങ്ങയുടെ ശക്തി, പരാക്രമം, കഴിവുകൾ ഇതൊന്നും എനിക്ക് അറിയില്ല, അറിവില്ലായ്മ കൊണ്ട് അബദ്ധം പറ്റിയതാണ് എന്നർത്ഥം. അങ്ങ് ആരാണ്? വിശ്വാത്മൻ എന്ന് വിളിക്കണം. അങ്ങ് വിശ്വാത്മാവാണ്. വിശ്വാത്മാവായിട്ടുള്ള അങ്ങ് പ്രപന്നാ മോക്തുമർഹസി, അങ്ങയുടെ പാദങ്ങളിൽ പതിച്ചവളായ, ശരണം പ്രാപിച്ചവളായ, പ്രപന്നയായ എന്നെ, ഹേ ഭക്തവത്സല, അങ്ങ് ഭക്തന്മാരിൽ വാത്സല്യമുള്ളവനല്ലേ, വിശ്വാത്മാവല്ലേ, അങ്ങ് എന്നെ മോക്തും അർഹസി, മോചിപ്പിക്കേണ്ടതാകുന്നു. ദയവ് ചെയ്ത് എന്നെ മോചിപ്പിക്കൂ. അങ്ങയുടെ പ്രഭാവം അറിയാതെ അബദ്ധം പറ്റി ക്ഷമിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആദ്യത്തെ വരിയിലോട്ട് യസ്യൈകാംശേന വിധൃതാ ജഗതി ജഗതഃപതേ. യസ്യ ഏകാംശേന, ഏതൊരുവന്റെ ചെറിയൊരംശം കൊണ്ട്, ജഗതീ വിധൃത, ജഗതി എന്ന് പറഞ്ഞാൽ ലോകങ്ങൾ എന്നർത്ഥം, ഭൂലോകം മുതലായ ലോകങ്ങൾ, വിധൃത വിശേഷേണ ധൃത ധരിക്കപ്പെട്ടു. അപ്പൊ ഭൂമി ഭഗവാന്റെ ശിരസിൽ ഒരു കടുകുമണി പോലെ ഇരിക്കുകയാണ്. ഒരു ശിരസിൽ ആയിരക്കണക്കിന് ശിരസ്സുള്ള ആദിശേഷന്റെ ഒരു ശിരസിൽ ഒരു സിദ്ധാർത്ഥമിവ, ഒരു കടുകുമണി പോലെ ദർശിക്കപ്പെടുന്നു എന്നാണ് പഞ്ചമസ്കന്ധത്തിലൊക്കെ പറയുന്നുണ്ട്. അപ്പോ അങ്ങനെ ഒരു കടുകുമണി പോലെ ലോകങ്ങളെ ധരിക്കുന്നവനായ അദ്ദേഹത്തിന്റെ അംശം കൊണ്ട് മാത്രം. അപ്പൊ തവ വിക്രമം ന ജാനേ ജഗതഃ പദേ, ഈ ലോകത്തിന്റെ പതിയാണെന്ന്, രക്ഷകനാണ്. അങ്ങനെയുള്ള യസ്യ ഏകാംശേന ജഗതി വിധൃത, ഏതൊരങ്ങയുടെ ഒരു അംശം കൊണ്ട്, ഒറ്റ ശിരസ്സുകൊണ്ട് ലോകങ്ങളെ മുഴുവൻ അങ്ങ് താങ്ങി നിർത്തിയിരിക്കുന്നുവോ.
പരം ഭാവം ഭഗവതോ ഭഗവൻ മാം അജാനതി മോക്തുമർഹസി വിശ്വാത്മൻ പ്രപന്നാം ഭക്തവത്സലാം. ഹേ ഭഗവൻ, ഭഗവതഃ പരം ഭാവം അജാനതീം. അല്ലയോ ഭഗവാനെ, ഭഗവാനായ അങ്ങയുടെ പരമഭാവത്തെ, ശ്രേഷ്ഠമായ ഭാവത്തെ, അജാനതീം അറിവില്ലാത്ത എന്നെ, പ്രപന്നാം മാം ശരണം പ്രാപിച്ച എന്നെ, ഹേ വിശ്വാത്മൻ ഭക്തവത്സല, വിശ്വാത്മാവേ ഭക്തവത്സല, മോക്തുമർഹസി മോചിപ്പിക്കേണ്ടതാകുന്നു. മോചിപ്പിക്കുവാനായിട്ട് കരുണ കാണിക്കണം, എനിക്ക് അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ദേവി ക്ഷമാപണം ചെയ്തു. ഇനിയിപ്പോൾ 4-5 ശ്ലോകങ്ങളെ വേഗം തീർക്കാം. തതോ വ്യമുഞ്ചത് യമുനാം യാചിതോ ഭഗവാൻ ബലഃ വിജഗാഹ ജലം സ്ത്രീഭിഃ കരേണുഭിർ ഇവേബരാട്. തതോ വ്യമുഞ്ചത് യമുനാം യാചിതോ ഭഗവാൻ ബലഃ വിജഗാഹ ജലം സ്ത്രീഭിഃ കരേണുഭിർ ഇവേബരാട്. അങ്ങനെ ഭഗവാൻ ബലഃ യാചിതഃ, ആ ബലരാമസ്വാമി യാചിക്കപ്പെട്ടു. ആരാൽ? യമുനാദേവിയാൽ. അതുകൊണ്ട് യമുനാം തതഃ വ്യമുഞ്ചത്, അനന്തരം യമുനയെ വിമോചിപ്പിച്ചു. വ്യമുഞ്ചത് വിശേഷേണ മോചിപ്പിച്ചു. യാചിച്ചതുകൊണ്ട് ഭഗവാൻ മോചിപ്പിച്ചു. എന്നിട്ടോ സ്ത്രീഭിഃ സമം ജലം വിജഗാഹ, സ്ത്രീകളോടുകൂടി ജലത്തിലേക്ക് മുഴുകി. വിജഗാഹ വിശേഷേണ ജഗാഹ, ഗഹനമായ ജലത്തിലേക്ക് ഗഹനം ചെയ്തു. ആഴമേറിയ ജലത്തിലേക്ക് ആഴ്ന്നു ഇറങ്ങി എന്നർത്ഥം. വിജഗാഹ പ്രവേശിച്ചു എന്ന് താല്പര്യം. അപ്പൊ സ്ത്രീകളോടുകൂടി ഏതുപോലെ ഉപമിച്ചതാണ്? കരേണുഭിഹി ഇവ ഇബരാട്ട്. ഇബരാട്ട് എന്ന് പറഞ്ഞാൽ ഗജരാജാവ്, ഇഭം ഗജം. അപ്പൊ ഇബരാട്ട് ഇബരാജൻ. ഇബരാട്ട് കരേണുഭിഹി ഇവ, കരേണുക്കൾ പിടിയാനകൾ. അപ്പൊ പിടിയാനകളോടുകൂടി ഒരു വലിയ ഗജേന്ദ്രൻ, മതയാന, വലിയ കൊമ്പൻ എല്ലാ സ്ത്രീകളോടും കൂടി, പിടിയാനകളോടുകൂടി ഒരു ജലാശയത്തിലേക്ക് ഇറങ്ങി. എങ്ങനെയാണോ ജലാശയത്തിൽ മതിക്കുക, ക്രീഡിക്കുക, വെള്ളം പരസ്പരം കോരി ഒഴിക്കുകയും തേവി തെറിപ്പിക്കുകയും കുടിക്കുകയും മുങ്ങുകയും അല്ലേ, പല രീതിയിൽ ആനകൾ വെള്ളത്തിൽ കളിക്കും. അതുപോലെ വലിയൊരു ഗജരാജനെ പോലെ ബലരാമസ്വാമി ക്രീഡിക്കുകയാണ് സ്ത്രീകളോടുകൂടി. കാമം വിഹൃത്യ സലിലാത് ഉത്തീർണായാസിതാംബരേ ഭൂഷണാനി മഹാർഹാണി ദദൗ കാന്തിഃ ശുഭാം സ്രജം. കാമം വിഹൃത്യ സലിലാത് ഉത്തീർണായാസിതാംബരേ ഭൂഷണാനി മഹാർഹാണി ദദൗ കാന്തിഃ ശുഭാം സ്രജം. ഇപ്പോ കാമം വിഹൃത്യ സലിലാത് ഉത്തീർണായ, കാമം വിഹൃത്യ ഇഷ്ടം പോലെ വിഹരിച്ചിട്ട്, യഥാകാമം വിഹരണം കൃത്വ വിഹരിച്ച ശേഷം, സലിലാത് ഉത്തീർണായ ആ ജലാശയത്തിൽ നിന്ന് പുറത്തേക്ക് കടന്നവനായ, കരയ്ക്ക് കയറിയവനായിട്ടുള്ള ബലരാമനായിക്കൊണ്ട് എന്ന് താല്പര്യം. ബലായ അസിതാംബരേ മഹാർഹാണി ഭൂഷണാനി ശുഭാം സ്രജം കാന്തിഃ ദദൗ. അപ്പൊ എന്തൊക്കെ ദാനം ചെയ്തു? ആരാ കൊടുത്തത്? യമുനാദേവി തന്നെ കൊടുത്തു എന്നർത്ഥം. യമുനാദേവി ഭഗവാന് സമ്മാനങ്ങൾ കൊടുത്തു, ബഹുമാനിച്ചു. അങ്ങനെ ക്രീഡ ചെയ്ത് പൊങ്ങി വന്നതായിട്ടുള്ള ബലരാമസ്വാമിയുടെ മുമ്പിൽ, അല്ലെങ്കിൽ ആ കാന്തിഃ എന്ന് പറഞ്ഞത് മഹാലക്ഷ്മിയാണ്. മഹാലക്ഷ്മി ബലരാമസ്വാമിക്ക് ഇതെല്ലാം ദാനം ചെയ്തു. അപ്പോൾ എന്തൊക്കെയാണ്? അസിതാംബരേ, അംബരേ എന്ന് പറഞ്ഞാൽ ദ്വേ അംബരേ, ഏകം അംബരം, ദ്വേ അംബരേ, ത്രീണി അംബരാണി. അപ്പൊ അംബരേ എന്ന് പറഞ്ഞാല് ദ്വേ അംബരേ, 2 വസ്ത്രം. നമ്മൾ ഈശ്വര പൂജകളിലൊക്കെ അതുപോലെ വസ്ത്രദാനം ചെയ്യുമ്പോൾ ഒക്കെ 2 വസ്ത്രം വീതം ദാനം ചെയ്യണം എന്നാണ് സങ്കല്പം. വേഷ്ടിയും ഉത്തരീയവും 2ആയിട്ട് കൊടുക്കുക. അങ്ങനെയാണ് ദ്വേ അംബരേ. അതാണ് എങ്ങനെയുള്ള അംബരേ? അസിത അംബരേ. അസിതം എന്ന് പറഞ്ഞാൽ വെളുപ്പല്ലാത്തത്,
കറുപ്പ് അല്ലെങ്കിൽ നീല എന്നൊക്കെ അർത്ഥം. അപ്പോൾ വേടനല്ല ആദ്യം കറുത്ത വസ്ത്രം ധരിച്ചത്, അയ്യപ്പ ഭക്തന്മാരുമല്ല. പിന്നെ ആരാണ്? സാക്ഷാൽ ബലരാമസ്വാമി. അദ്ദേഹം കറുപ്പ് അല്ലെങ്കിൽ നീല, നീലയും കറുപ്പും എന്താ പറയുക, പര്യായ ശബ്ദങ്ങളായി പറയും. അപ്പോൾ ഇവിടെ അസിത അംബരേ, നല്ല നീല വസ്ത്രങ്ങൾ രണ്ട്. ബലരാമസ്വാമിയുടെ വിശേഷ വസ്ത്രം നീലയാണ്. അപ്പോൾ രണ്ട് അമ്പരങ്ങൾ കൊടുത്തു. അതുപോലെ മഹാർഹാണി ഭൂഷണാനി, വിലമതിക്കാനാവാത്ത ആഭരണങ്ങൾ കൊടുത്തു. ശുഭാം സ്രജം, നല്ല സുന്ദരമായൊരു മാലയെയും കൊടുത്തു. ആര്? കാന്തിഹി ദദൗ, കാന്തിഹി ലക്ഷ്മീ ദേവി ദദൗ. ലക്ഷ്മീ ദേവിയാണ് ഇതെല്ലാം വന്ന് സമ്മാനിച്ചത്. ഇതിൽ നിന്നൊക്കെ ഒരു സൂചന എന്താണ്? ആ സ്തുതിയിൽ തന്നെ ഭഗവാനായിട്ടാണ് ബലരാമസ്വാമിയെ ഭഗവാനുമായി അഭേദമായി പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ലക്ഷ്മീ ദേവി വന്നതൊക്കെ കൊടുത്തതോടുകൂടിയിട്ട് ലക്ഷ്മീ ദേവിയുടെ സർട്ടിഫിക്കറ്റുമായി അംഗീകാരവുമായി ഗോപികമാര് നേരത്തെ തന്നെ അംഗീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഭഗവാൻ കൃഷ്ണന്റെ ഉത്സവമൂർത്തിയെ ഭഗവാൻ ഇവിടേക്ക് ഗോകുലത്തിലേക്ക് അയച്ചു എന്ന് താല്പര്യം അല്ലേ? ഭഗവാൻ പ്രതിഷ്ഠ, എന്താ തമിഴ് ഭാഷയില് മൂലവർ എന്ന് പറയും. മൂലവരാണ് ഈ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ അവിടെ ഇരിക്കുന്ന സ്ഥിരപ്രതിഷ്ഠ. അഷ്ടബന്ധം കൊണ്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. അതിനെ ഇളക്കാൻ പറ്റുമോ? അതിനെ എഴുന്നള്ളത്തിനൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ മൂലവർ എന്ന് പറഞ്ഞാൽ മൂലസ്ഥാനത്ത് ഉറച്ചിരിക്കുന്നവൻ, സ്ഥിരപ്രതിഷ്ഠ, അഷ്ടബന്ധം കൊണ്ട് ഉറപ്പിച്ചവൻ. മറ്റത് ഉത്സവർ എന്നാണ് തമിഴര് പറയുക, ഉത്സവമൂർത്തി. നമ്മൾ തെടമ്പ് എന്ന് പറയും. മലയാളികൾ തെടമ്പ്, ഗുരുവായൂരപ്പന്റെ മുമ്പില്, ഗുരുവായൂരപ്പന്റെ ആ ശിലാവിഗ്രഹത്തിന്റെ തൊട്ട് മുമ്പിലായിട്ട് രണ്ട് തിടമ്പുകളുണ്ട്. അത് പല അവസരങ്ങളിൽ മാറി മാറി ഉപയോഗിക്കുന്നതായിരിക്കും. ഒന്ന് ഇത്തിരി ചെറുതും ഒന്ന് വലുതും. അതതിനെക്കുറിച്ച് അറിയുന്നവരോട് ചോദിച്ചാൽ മതി. അപ്പോൾ ഉത്സവത്തിനായിട്ട് എഴുന്നള്ളുന്ന ഒന്ന് ആനപ്പുറത്ത് എഴുന്നള്ളുമ്പോൾ അതിൽ ശിവേലിക്ക് വെക്കുന്നതായിരിക്കും, മറ്റൊന്ന് കയ്യിൽ കൊണ്ട് നടക്കുന്നതായിരിക്കും. എന്തായാലും ഇപ്പോൾ ബലരാമസ്വാമിയെ ഇവിടെ അവതരിപ്പിച്ചത് ഭഗവാന്റെ തന്നെ ഒരു ഉത്സവമൂർത്തിയായിട്ടാണ്. അഥവാ ഭഗവാന് പകരം എല്ലാവരുടെയും ക്ഷേമം അന്വേഷിക്കാനായിട്ട് ചെന്ന മൂർത്തി. അപ്പോൾ യമുനാദേവിക്കും അത് മനസ്സിലായി, ലക്ഷ്മീദേവിക്ക് മനസ്സിലായി, ഗോപികമാര് മുമ്പേ മനസ്സിലാക്കി, നമുക്കും മനസ്സിലാക്കാം അല്ലേ? അങ്ങനെ മനസ്സിലാക്കാം. എന്തായാലും അങ്ങനെ എടുക്കാം നമുക്ക് തൽക്കാലം. അപ്പം അവിടെ അദ്ദേഹത്തിൻ്റെ വിജയം എന്നുള്ളത് പൂർണ്ണമായി ബലദേവ വിജയം. അപ്പോൾ ഇത് ഭഗവാനുമായിട്ടുള്ള ആ ഒരു ഐക്യത്തെ ഇവിടെ എല്ലാവരും കൂടെ അദ്ദേഹത്തിൽ കാണുകയാണ്. വസിത്വാ വാസസി നീലേ മാലാം ആമുച്യ കഞ്ചനീം രേജേസ്വലംകൃതോ ലിപ്തോ മഹേന്ദ്ര ഇവ വാരണഃ. വസിത്വാ വാസസി നീലേ മാലാം ആമുച്യ കഞ്ചനീം രേജേസ്വലംകൃതോ ലിപ്തോ മഹേന്ദ്ര ഇവ വാരണഃ. നമ്മുടെ ശൃംഗേരി മഠത്തിൽ ഇപ്പോൾ 2 സ്വാമിമാരുണ്ട് അല്ലേ? അപ്പം അതിൽ മൂത്ത സ്വാമിജി, അദ്ദേഹത്തിന് 70 വയസ്സിലധികമായി, സന്യസിച്ച് 50 വർഷം പൂർത്തീകരിച്ചു. സുവർണ ഭാരതി എന്ന് പറഞ്ഞ് 50ാം വാർഷികം ആഘോഷിച്ചു. അദ്ദേഹത്തിന് ഇത്തിരി ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് തോന്നുന്നു. അദ്ദേഹം നല്ല തടിയുള്ള ആളാണ്. അപ്പോൾ മൂവ്മെൻ്റൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും തീർച്ചയായിട്ടും. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ സ്ഥിരമായിട്ട് ശൃംഗേരിയിൽ തന്നെ, എവിടെയും പോകുന്നില്ല, മൂലവരായിട്ടിരിക്കുകയാണ്. വേറൊരു ഉച്ചവർ എല്ലായിടത്തും എത്തുന്നുണ്ട് അല്ലേ? ഇപ്പോൾ ഏതാനും ചുരുങ്ങിയ വർഷങ്ങൾക്ക് മുമ്പ് അഭിഷിക്തനായ മഹാസന്നിധാനം ശ്രീ ശ്രീ വിധുശേഖര ഭാരതി സ്വാമികൾ വളരെ ചെറുപ്പക്കാരനാണ്, ഡൈനമിക്കാണ്, ഒരുപാട് എന്താ പറയുക അറിവുണ്ട്. അതുപോലെ ലോക അനുഗ്രഹ ആ ഒരു കാരുണ്യഭാവമുണ്ട് അദ്ദേഹത്തിന്. നല്ല ഓർഗനൈസിങ് കപ്പാസിറ്റി ഉണ്ട്.
എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു ഉച്ചവർ. അദ്ദേഹത്തെയാണ് ഇപ്പോൾ എല്ലായിടത്തും അദ്ദേഹം പറഞ്ഞയക്കുന്നത്. മൂലവർ അവിടെ ഇരുന്നുകൊണ്ട് ഉച്ചവരെ അയക്കുന്നു. ഇതുപോലെ പല മഠങ്ങളിലും ഉണ്ട്. അപ്പോൾ അതുപോലെ ഭഗവാൻ അവിടെ ഇരുന്നു കൊണ്ട് ബലരാമസ്വാമിയെ അയച്ചു എന്ന് നമുക്കെടുക്കാം. അപ്പോൾ നീലേ വാസസി വസിത്വ, നീലേ ദ്വേ എന്നർത്ഥം. നീലം ഏകം, നീലേ ദ്വേ. അപ്പൊ രണ്ട് നീല വസ്ത്രങ്ങൾ, അപ്പൊ രണ്ടും നീലയാണെന്ന് ഇവിടെ ഉറപ്പിച്ചു. ഭഗവാൻ ബലരാമസ്വാമി ബാല്യകാലത്തിലൊക്കെ നീല വേഷ്ടിയും മഞ്ഞ ഉത്തരീയവുമായിരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ അതിൻ്റെ എതിര്, മഞ്ഞ വേഷ്ടിയും നീല ഉത്തരീയവും. അങ്ങനെയായിരുന്നു അവരുടെ വസ്ത്രവിധാനം. ഇതിപ്പോ ഇവിടെ രണ്ടും നീലയായിട്ടാണ് കാണുന്നത് ബലരാമസ്വാമിക്ക്. അപ്പൊ നീലേ വാസസി വസിത്വ, ഉടുത്തിട്ട് വസിത്വ കാഞ്ചനീ മാല മാമുച്യ, സ്വർണമാലയെയും ധരിച്ചിട്ട് സ്വലങ്കൃത, നല്ലപോലെ അലങ്കാരം ചെയ്തവനായി, ലിപ്ത, ലിപ്ത എന്ന് പറഞ്ഞാല് ലേപനം ചെയ്യപ്പെട്ടവൻ. ചന്ദനം, ഭസ്മം, കുങ്കുമം, കസ്തൂരി, ഇതൊക്കെ ശരീരത്തിൽ സുഗന്ധദ്രവ്യങ്ങളൊക്കെ ലേപനം ചെയ്തവനാണ് ലിപ്ത. മഹേന്ദ്ര വാരണ ഇവ രേജേ, മഹേന്ദ്രനെ സംബന്ധിച്ച വാരണം ആന, ആനയെ പോലെ രാജിച്ചു, ശോഭിച്ചു. മഹേന്ദ്രന്റെ ആന എന്താ വ്യത്യാസം? അത് വെളുത്ത ആനയാണ്, വെള്ളാനയാണ്. ഇവിടെ ബലരാമസ്വാമിയുടെ നിറം വെളുപ്പാണ്, നല്ല വെളുപ്പാണ്, പാമ്പിന്റെ ഉടൽ പോലെ വെളുപ്പാണ്. കാരണം ആദിശേഷനാണ്. അപ്പോൾ ആ ആദിശേഷന്റെ നിറമാണ്, ആ വഴുവഴുപ്പുള്ളതായിട്ടുള്ള വെളുപ്പാണ് ബലരാമസ്വാമിയുടെയും നിറം. ആ നിറത്തിൽ ഇത്രയും ഗംഭീരനായ പർവ്വതാകാരനായിട്ടുള്ള ആ ഒരു ഐരാവതത്തെ പോലെ ശോഭിച്ചു എന്നർത്ഥം. ഇന്ദ്രന്റെ ആനയായ മഹേന്ദ്രന്റെ വാരണം പോലെ, മഹേന്ദ്രൈവ വാരണ രേജേ, രാജിക്കുകയാണ്, അലങ്കൃതനായിട്ട് ശോഭിക്കുകയാണ് എന്നർത്ഥം. അദ്യാപി ദൃശ്യത്തെ രാജൻ യമുനാകൃഷ്ടവത്മന, ബലസ്യാനന്ദവീര്യസ്യ വീര്യം സൂചയതീവഹി. അദ്യാപി ദൃശ്യത്തെ രാജൻ യമുനാകൃഷ്ടവത്മന, ബലസ്യാനന്ദവീര്യസ്യ വീര്യം സൂചയതീവഹി. അനന്തവീര്യസ്യ ബലസ്യ വീര്യം സൂചയതീവ. ഹേ രാജൻ, ആകൃഷ്ടവത്മന അദ്യാപി യമുനാ ദൃശ്യതേ. ബലരാമസ്വാമിയുടെ വീര്യത്തെ പ്രകടിപ്പിച്ചുകൊണ്ട് ഇപ്പോഴും ആ യമുനാദേവി ബലരാമസ്വാമിയുടെ കലപ്പ കൊണ്ട് ആകർഷിക്ക വഴിയിലൂടെ ഒന്ന് വഴിമാറി സഞ്ചരിക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ യമുനാ നദിക്ക് ഒരു വഴിമാറ്റം സംഭവിച്ചിട്ടുണ്ട്. അത് ബലരാമസ്വാമി പിടിച്ചു വലിച്ചത് കൊണ്ടാണ്, കലപ്പ കൊണ്ട് വലിച്ചതാണ് എന്ന് പറയണം. അതാണ് അനന്തവീര്യസ്യ ബലസ്യ വീര്യം സൂചയതീവ. അനന്തവീര്യനായ ബലരാമസ്വാമിയുടെ വീര്യത്തെ, പരാക്രമത്തെ ഓർമ്മിപ്പിക്കാനായിക്കൊണ്ട് എന്ന പോലെ, ഹേ രാജൻ, അല്ലയോ പരീക്ഷിത്ത് രാജാവേ, ആകൃഷ്ടവത്മന, വത്മ എന്ന് പറഞ്ഞാൽ മാർഗം, ആകൃഷ്ടവത്മന വലിച്ചഴയ്ക്കപ്പെട്ട വഴിയിലൂടെ, അദ്യാപി ഇന്നും യമുനാ ദൃശ്യത്തെ, ആ യമുന കാണപ്പെടുന്നു. യമുനാദേവി ഒന്ന് വഴിമാറി ഒഴുകിയതായിട്ട് കാണാം എന്നാണ് ബലരാമസ്വാമിയുടെ വീര്യത്തെ പ്രകടിപ്പിച്ചുകൊണ്ട്. ഏവം സർവാനിശായാത ഏകേ പരമതോ വ്രജേ, രാമസ്യാക്ഷിപ്തചിത്തസ്യ മാധുര്യൈർവ്രജയോഷിതാം. ഏവം സർവാനിശായാത ഏകേ പരമതോ വ്രജേ, രാമസ്യാക്ഷിപ്തചിത്തസ്യ മാധുര്യൈർവ്രജയോഷിതാം. ഏവം ഇപ്രകാരം വ്രജയോഷിതാം മാധുര്യൈഃ ആക്ഷിപ്തചിത്തസ്യ വ്രജേ രമതഃ രാമസ്യ സർവാഃ നിശാഃ ഏകാ നിശാ ഇവ യാതാ. ആ ബലരാമസ്വാമിയുടെ എല്ലാ രാത്രികളും ഒരു ദിവസം പോലെ കഴിഞ്ഞുപോയി. ഏകാ നിശാ ഇവ, ഒറ്റ രാത്രി പോലെ കഴിഞ്ഞു, പെട്ടെന്ന് കഴിഞ്ഞു പോയി എന്നർത്ഥം. 2 മാസമാണ് അവിടെ കഴിഞ്ഞത്, പക്ഷെ അത് ഒരു രാത്രി പോലെ കഴിഞ്ഞു പോയി എന്നാണ്. ഏവം ഇപ്രകാരം
വ്രജയോഷിതാം മാധുര്യൈഹി ആക്ഷിപ്തചിത്തസ്യ, ആ വ്രജസ്ത്രീകളുടെ മാധുര്യഭാവങ്ങളാൽ ആകർഷിക്കപ്പെട്ട ചിത്തം, ആക്ഷിപ്തം പറിച്ചെടുക്കപ്പെട്ട ചിത്തം എന്ന് വെച്ചാൽ ബലരാമസ്വാമി അവരെ അത്രയും സന്തോഷിപ്പിച്ചു എന്നർത്ഥം. ബലരാമസ്വാമിയുടെ ഹൃദയം കവർന്നു അവര്, ഗോപികമാര്. അങ്ങനെയുള്ള ആ മനസ്സോടുകൂടി വ്രജേ രമതഃ രാമസ്യ, ആ ഗോകുലത്തിൽ രമിക്കുന്നവനായ രാമന് സർവാഹ നിശാഹ, എല്ലാ രാത്രികളും ഏകാനിശായിവയാതാഹ, ഒറ്റ രാത്രി എന്ന പോലെ കഴിഞ്ഞുപോയി. അപ്പൊ 2 മാസം അദ്ദേഹം ഗോകുലത്തിൽ താമസിച്ചത് വളരെ പെട്ടെന്ന് കഴിഞ്ഞുപോയി. എന്തുകൊണ്ട്? സന്തോഷാധിക്യം കൊണ്ട്. അത്രയും ഇവര് ആ ബലരാമസ്വാമിയെ സന്തോഷിപ്പിച്ചു ഗോപികമാര് എന്ന് പറയണം. അപ്പൊ ഉത്സവമൂർത്തിയെ ഉത്സവമായി ആഘോഷിച്ചു. കഥ ഇവിടെ നിൽക്കട്ടെ. ഹരിയോം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ബലദേവ വിജയേ യമുനാകർഷണം നാമ പഞ്ചഷഷ്ടിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. അപ്പൊ നാളെ വൈകുന്നേരമേ ഉള്ളൂ, രാവിലെ ഇല്ല. വൈകുന്നേരം കാണാം. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര.